മൈക്ക് ശായത. ഇന്നൊരു നല്ല മഴ ദിവസമാണ്. നമ്മുടെ കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് സാഹിത്യോത്സവം 51ന്റെ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കടമ. ഇന്നത്തെ നമ്മുടെ അതിഥി ഡോക്ടർ സുധാ മേരി തോമസ്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കലാലയം ബിഷമൂർ കോളേജിലെ അധ്യാപികയാണ്. അതുപോലൊപ്പം എഴുത്തുകാരിയുമാണ്. ടീച്ചറിന്റെ ഇന്ന് പ്രൊഫൈലൊക്കെ ഞാൻ നോക്കിയിരുന്നു. സാഹിത്യവുമായിട്ടൊന്നും വലിയ അടുപ്പമുള്ള വ്യക്തിയല്ല ഞാൻ. എന്നാലും ഇപ്പൊ കുട്ടികൾ സംഘടിപ്പിക്കുന്ന ഈ പരിപാടികളിൽ കൂടി നമുക്ക് ചുറ്റുമുള്ള പ്രമുഖരായ വ്യക്തിത്വങ്ങളെ, അത് സാഹിത്യത്തിന്റെ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മളോടൊപ്പം കൊണ്ടുവന്ന് സഹകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിച്ചേർന്നിരിക്കുന്ന ടീച്ചറിനെ ഏറ്റവും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ടീച്ചർ. ടീച്ചർ ഉണ്ടോ? നന്ദി ടീച്ചർ, കേൾക്കാം. ഓക്കെ ടീച്ചർ, ശരി. KFL സാഹിത്യോത്സവം 51ന്റെ 16ാം അധ്യായത്തിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥി ഡോക്ടർ സുധാ മേരി ടീച്ചറാണ്. റെവറൻഡ് ജോർജ് മാത്തനും മലയാള വ്യാകരണവും എന്ന പുസ്തകത്തിലൂടെ മലയാള സാഹിത്യത്തിലേക്ക് വന്നു. മലയാള ചെറുകഥയിലെ സ്ത്രീപക്ഷ ദളിത് വായന, ഗദ്യഭാഷയുടെ അധ്യാലയങ്ങൾ തുടങ്ങി 12ഓളം ലേഖനങ്ങൾ. എഴുത്തുകാരി എന്നതിലുപരി മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിലെ ഭാഷാ അധ്യാപിക കൂടിയായ ശ്രീമതി ഡോക്ടർ സുധാ മേരി തോമസിനെ ഏറെ സ്നേഹപൂർവ്വം KFL വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് എന്നെ കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കേൾക്കാമല്ലോ? കേൾക്കാം ടീച്ചർ. ഓക്കെ. ഇന്ന് നല്ല മഴയാണ്. അപ്പൊ ബാൻഡ്വിഡ്ത്തിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുകയോ ഇടയ്ക്കൊന്ന് ഇടപെടുകയോ ചെയ്യണം. ഓക്കെ. ഒരു BEd പഠിച്ച വിദ്യാർത്ഥിനി എന്ന നിലയിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് ഈ ഒരു വേദിയിൽ നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നതിൽ. പലപ്പോഴും BEd വിദ്യാർത്ഥികൾ എപ്പോഴും തിരക്കായിരിക്കും. കാരണം അസൈൻമെന്റ്, ലെസൺ പ്ലാന്, ടീച്ചിങ് പ്രാക്ടീസുകൾ എന്നൊക്കെ പറഞ്ഞ ഒരു ബിസി ഷെഡ്യൂളിലൂടെ പോകുന്ന ഒരു വിദ്യാർത്ഥി ജീവിതത്തിനിടയ്ക്ക് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുക എന്ന് പറയുന്നതിൽ കോളേജ് സംഘാടക സമിതിയെയും നിങ്ങളെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒരു തരത്തിലുള്ള ഒരു വിപ്ലവമാണ് നിങ്ങൾ ഈ ഭാഷയിലൂടെയും സംസ്കാരത്തിലൂടെയും ഭാവനയിലൂടെയും നടത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. യഥാർത്ഥത്തിൽ ഈ അധ്യാപകർക്കൊരു സ്വഭാവമുണ്ട്, ആരെങ്കിലും മുൻപിൽ കിട്ടിയാൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നത്. പക്ഷെ കോവിഡ് നമ്മളെ ആ ഒരു എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറയുന്ന കേൾക്കത്തില്ല നിങ്ങൾക്ക്? കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാം ടീച്ചർ. ടീച്ചർ സൗണ്ട് ബ്രേക്ക് ആയതുപോലെ എനിക്ക് തോന്നി, അതാണ് ഞാൻ ചോദിച്ചത്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അധ്യാപകരുടെ ഒരു പൊതു സ്വഭാവമാണ് മുൻപിൽ ആരെയെങ്കിലും കിട്ടിയാൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ കോവിഡ് നമ്മളെ ഒത്തിരി മാറ്റിയെടുത്തു. ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാനും ഒക്കെ നമ്മളെ പഠിപ്പിച്ചത് ഈ കോവിഡ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് തോന്നുന്നു കോവിഡ് സമയത്തൊക്കെ നമ്മൾ ഒരു മനുഷ്യനോട് സംസാരിക്കുവാനും തൊട്ട് നോക്കുവാനും ഒക്കെ വളരെയധികം കൊതിച്ച ഒരു കാലഘട്ടമാണ്. അവിടെ നിന്നാണ് നമ്മൾ ഇന്ന് വരെ ഈ സാങ്കേതിക വിദ്യയുടെ മാറ്റങ്ങളെ വളരെ അഡാപ്റ്റ് ചെയ്തു പോകുന്ന ഈ കാലഘട്ടത്തിലും ഈ ഭാഷയുടെ ഒരു ശക്തി എന്താണെന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാനും അപ്പുറത്ത് അനേകായിരം പേർ എന്നെ കേൾക്കുവാനും കാത്തിരിക്കുന്നുണ്ടോ എന്നുള്ള എന്റെയും നമ്മളുടെ ഓരോരുത്തരുടെയും ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ ഈ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നത് ഭാഷയിലൂടെയാണ്. ആ ഭാഷയെക്കുറിച്ച്, ആ ഭാഷയുടെ ആത്മാവിനെ കുറിച്ച്, ഭാഷയുടെ ജീവനെ കുറിച്ച് നിങ്ങളോട് കുറച്ചു നേരം സംസാരിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്.
മാതൃഭാഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, മാതൃഭാഷയിൽ സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം എന്ന് പറയുന്നത് അളവറ്റതാണ്. നിങ്ങൾക്കറിയാം, മലയാള ഭാഷയെ മുൻനിർത്തിയുള്ള ധാരാളം പ്രവർത്തനങ്ങൾ ഇന്ന് ധാരാളമായി നടക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് മലയാള ഭാഷയെ ഭരണഭാഷയാക്കണമെന്നും വിജ്ഞാന ഭാഷയാക്കണമെന്നും കോടതി വ്യവഹാര ഭാഷയാക്കണമെന്നും ഒക്കെയുള്ള ധാരാളം ആലോചനകൾ ഇന്ന് നടക്കുന്നുണ്ട്. ഇതിനൊക്കെ അക്കം കൂട്ടുന്നുണ്ടെങ്കിൽ പോലും അത് എത്രത്തോളം പൂർണ്ണമായ സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് ഓരോരുത്തർക്ക് സംശയമാണ്. നമ്മൾ ഭരണഭാഷ വാരാചരണം നടത്താറുണ്ട്, ധാരാളം പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. എങ്കിൽ പോലും അത് അർത്ഥവത്തായി എത്രത്തോളം നമ്മുടെ ജീവിത പരിസരത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഒരു ഭാഷ എപ്പോഴാണ് ഒരു ജനസമൂഹത്തിന്റെ മാതൃഭാഷയായി തീരുന്നത്? പലപ്പോഴും നമ്മൾ ഒരു ജനതയുടെ എല്ലാ ജീവിത ആവശ്യങ്ങളും നിറവേറ്റുമ്പോഴാണ് ഒരു ഭാഷ ഒരു വ്യക്തിയുടെ മാതൃഭാഷയാകുന്നത്. പക്ഷെ നമ്മൾ മാതൃഭാഷ എന്ന ടേം ഉപയോഗിക്കുന്നത് ഒരു ജൈവിക പാരമ്പര്യത്തെ അടിസ്ഥാനമാക്കിയാണ്. ഒന്ന്, നമ്മുടെ അമ്മയിലൂടെയാണ് നമുക്ക് മാതൃഭാഷ കൈവരുന്നത് എന്നൊരു തെറ്റായ ധാരണ പലപ്പോഴും നമുക്ക് വന്ന് ഭവിക്കാറുണ്ട്. മാത്രമല്ല, നമ്മുടെ മാതൃഭാഷയെ നമ്മൾ അമ്മ മലയാളം, പെറ്റമ്മയാണ് നമ്മുടെ മാതൃഭാഷ, അല്ലെങ്കിൽ എൻ്റെ അമ്മിഞ്ഞപ്പാൽ പോലെയാണ് എനിക്ക് എൻ്റെ മാതൃഭാഷ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാൽപ്പനികവൽക്കരിക്കുവാനും പലപ്പോഴും മാതൃഭാഷയെ നമ്മൾ ശ്രമിക്കാറുണ്ട്. അതായത് അമ്മയായി നിലകൊള്ളുന്ന ഭാഷയാണ് എൻ്റെ മാതൃഭാഷ. അതിനപ്പുറത്തൊരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇടുകയാണ്. ഈ മാതൃഭാഷ എന്ന് പറയുന്നിടത്ത് പിതൃഭാഷ ഒന്നില്ലേ എന്നൊരു ചോദ്യം നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ അവതരിപ്പിക്കുകയാണ്. മുമ്പ് ഞാൻ പറഞ്ഞതിന്റെ തുടർച്ച എന്നോണം ഞാൻ വീണ്ടും സൂചിപ്പിക്കുകയാണ്. അപ്പം മാതൃഭാഷ എന്ന് പറയുന്നത് അമ്മയുടെ ഭാഷയാണോ? അല്ലെ, എൻ്റെ അമ്മ മലയാളം സംസാരിച്ചാൽ ഞാനും മലയാളം തന്നെ എൻ്റെ മാതൃഭാഷയായി സ്വീകരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? അല്ലെ, അതായത് അല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ ഭാഷ തന്നെ കുട്ടിയുടെ മാതൃഭാഷയായി തീരണമെന്ന് നിർബന്ധമുണ്ടോ? ഉദാഹരണമായി, നമ്മുടെ അമ്മ മലയാളിയായി തീരുകയും അവർ ജോലി സാഹചര്യത്തിലോ അല്ലെ മറ്റെന്തെങ്കിലും കാരണത്താലോ മറ്റൊരു രാജ്യത്ത് താമസിക്കുകയും ചെയ്യുന്നു. അവിടെ വെച്ച് നമ്മൾ ജനിക്കുന്നു. അപ്പോൾ അമ്മയുടെ ഭാഷ തന്നെ നമ്മുടെ മലയാളം, അതായത് മലയാളം തന്നെ നമ്മുടെ മാതൃഭാഷയായി തീരുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിത പരിസരം അരങ്ങേറുന്ന ഭാഷയാണ് മാതൃഭാഷ. പണ്ട് ഗെയ്ഥ എന്ന കവി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ ഭാഷയല്ല, ആയയുടെ ഭാഷയാണ് കുട്ടിയുടെ മാതൃഭാഷ എന്നത്. ചിലപ്പോൾ അമ്മ ജോലി കാര്യത്തിനായി രാവിലെ പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു. ഈ പകൽ സമയം മുഴുവൻ ഉണർന്നിരിക്കുന്ന സമയം കുട്ടി പകൽ സമയമാണ്. ഈ പകൽ സമയം മുഴുവൻ കുട്ടിയെ നോക്കുന്നത് ആയയാണ്. ആയ എന്ന് പറയുന്നത് ഒരു പ്രദേശത്തെ ഏറ്റവും ഉപരിതലത്തിൽ സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ആയ. അപ്പൊ ആയ ഈ കുഞ്ഞ് ഉണർന്നിരിക്കുന്ന സമയം മുഴുവൻ ഈ കുട്ടിയോട് സംവദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അമ്മയേക്കാൾ ഉപരി ഈ കുട്ടിയോട് സംസാരിക്കുന്ന ആള് ആയയായി മാറുകയും ആയയുടെ ഭാഷ കുട്ടിയുടെ മാതൃഭാഷയായി തീരുകയും ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അമ്മയുടെ ഭാഷ അല്ല കുട്ടിയുടെ ഭാഷ എന്ന്, മാതൃഭാഷ എന്ന് നമുക്ക് പറയേണ്ടതായി വരികയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അനുഭവ പരിസരത്തെ പൂർത്തിയാക്കാൻ ഏതു ഭാഷയാണോ നമ്മളെ സഹായിക്കുന്നത് ആ ഭാഷയാണ് നമ്മുടെ മാതൃഭാഷയായി മാറുന്നത്. നമ്മുടെ അമ്മ മലയാളി ആയതുകൊണ്ട് നമ്മുടെ മാതൃഭാഷ മലയാളമാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. എനിക്ക് സൂക്ഷ്മമായി ഇടപെടാൻ സാധിക്കുന്നത് ഏതു ഭാഷയിലാണോ ആ ഭാഷയാണ് എൻ്റെ മാതൃഭാഷ. നിങ്ങളൊക്കെ ഡിഗ്രി കഴിഞ്ഞ് വന്നവരായതുകൊണ്ട് നിങ്ങളോട് പലപ്പോഴും നിങ്ങൾ അഭിസംബോധന ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഭാഷ എന്നാൽ എന്ത്, ഭാഷയുടെ നിർവചനം എന്താണ്. നമ്മൾ പറയും ആശയവിനിമയത്തിനുള്ള ഉപാധിയാണ് ഭാഷ. യഥാർത്ഥത്തിൽ ഈ ആശയവിനിമയത്തിന് മാത്രമാണോ ഭാഷ നമ്മൾ ഉപയോഗിക്കുന്നത്? നിങ്ങളത് ചിന്തിച്ചു നോക്കി. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നു. ഇതിനു വേണ്ടി മാത്രമാണോ നിങ്ങൾ ഭാഷയെ ഉപയോഗിക്കുന്നത്?
യഥാർത്ഥത്തിൽ നമ്മളെ നമ്മളാക്കി മാറ്റുന്നതാണ് നമ്മുടെ ഭാഷ എന്ന് പറയുന്നത്. നിങ്ങൾ ഭാഷയില്ലാത്ത ഒരു ലോകത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, അല്ലെ? എത്ര നിശ്ചലമായിരിക്കും ആ ലോകം എന്ന് പറയുന്നത്. മനുഷ്യൻ ജനിച്ച നാളു മുതൽ ഭാഷ അവന്റെ ഒപ്പമുണ്ട്. ഇപ്പൊ നിങ്ങൾ എന്നെ പരിചയപ്പെടുത്തിയത്, എനിക്ക് തോന്നുന്നു കുറച്ചു പേർക്കൊക്കെ എന്നെ അറിയാം. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ പേരുകൾ പലതും ഞാൻ മുൻപിൽ കാണുന്നുണ്ട്. അതൊഴിച്ചു ഭൂരിപക്ഷം ആൾക്കാർക്കും എന്നെ അറിയില്ല. അപ്പൊ നിങ്ങളെ എന്നെ പരിചയപ്പെടുത്തുകയാണ് ചെയ്തത്. എൻ്റെ പേരിതാണ്, ഞാൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്, എൻ്റെ തൊഴിൽ രംഗം ഇതാണ്, അല്ലെ? അപ്പൊ നിങ്ങൾ എന്നെ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഭാഷയിലൂടെയാണ്. ഞാൻ നിങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നതും ഭാഷയിലൂടെയാണ്. അപ്പം ഭാഷയാണ് ഞാൻ ആരാണെന്ന് നിങ്ങളെ മനസ്സിലാക്കിയതും നിങ്ങൾ ആരാണെന്ന് എന്നെ മനസ്സിലാക്കി തന്നതും. അല്ലെങ്കിൽ എന്താണ്? ഈ ലോകത്തെ മനസ്സിലാക്കി തരുന്നത് തന്നെ ഭാഷയാണ്. ഇത് ആകാശം ഇതാണ്, ഭൂമി ഇതാണ്, അല്ലെങ്കിൽ ദൈവം ഇതാണ്, പിശാച് ഇതാണ്, പച്ച ഇതാണ്, മഞ്ഞ ഇതാണ് എന്നൊക്കെ നമുക്ക് ഈ ലോകത്തെ തെളിച്ച് അല്ലെങ്കിൽ ലോകത്തെ വേർതിരിച്ച് നമ്മളെ മനസ്സിലാക്കി തരുന്നതാണ് ഭാഷ. പഴയൊരു കവി പറഞ്ഞിട്ടുണ്ട്, വാക്കിന്റെ വെളിച്ചം കൊണ്ട് തെളിച്ചെടുത്തതാണ് ഈ ലോകം. അപ്പൊ ഈ വാക്കിന്റെ വെളിച്ചമില്ലായിരുന്നുവെങ്കിൽ എന്താണ്? ഈ ലോകം തന്നെ ഇരുണ്ടു പോയിരുന്നേനെ. അതായത് വാക്കിലാണ് ഈ ലോകം നിലനിൽക്കുന്നത്. മനുഷ്യന്റെ സത്ത എന്ന് പറയുന്നത് ഭാഷയാണ്. നമ്മൾ ഭാഷയ്ക്കുള്ളിലാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്. നമ്മൾ ഭാഷയ്ക്ക് പുറത്തല്ല. നമ്മുടെ ഉള്ളിലല്ല യഥാർത്ഥത്തിൽ ഭാഷ. ഭാഷയ്ക്കുള്ളിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. പണ്ടൊരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്റെ ഉണ്മയുടെ പാർപ്പിടമാണ് ഭാഷ. അതായത് ലാംഗ്വേജ് ഈസ് ദ ഹോം ഓഫ് ബീയിങ്. കാരണം നമ്മളിൽ ധാരാളം ഭാഷാ ചിഹ്നങ്ങൾ ഉൾച്ചേർത്താണ് ഒരു മനുഷ്യൻ രൂപപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നാമായി ഇരിക്കുകയാണ് ഭാഷയിലൂടെ ചെയ്യുന്നത്. മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങളെ തിരിച്ചറിയുന്നതും എന്നെ തിരിച്ചറിയുന്നതും ലോകത്തെ തിരിച്ചറിയുന്നതും എല്ലാം ഭാഷയിലൂടെയാണ്. മനുഷ്യൻ ഈക്വൽ ഭാഷ എന്ന് പറയേണ്ടി വരും. ആ നിർവചനത്തിൽ തന്നെ നമ്മൾ ആ നിർവചനത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വരികയാണെങ്കിൽ നമുക്ക് നോക്കാം, മനുഷ്യന്റെ ആശയവിനിമയത്തിനുള്ള ഒരു ഉപകരണമാണ്, ഉപാധിയാണ് ഭാഷ. പലപ്പോഴും ഭാഷ എന്ന് പറഞ്ഞാൽ ഒരു ഉപകരണമാണ്, ടൂളാണ്. നമുക്ക് പലപ്പോഴും ആവശ്യമുള്ളപ്പോൾ നമ്മൾ എടുക്കുന്നു, ആവശ്യമുള്ളപ്പോൾ മാറ്റിവെക്കുന്നു എന്ന അർത്ഥമാണ് ആ നിർവചനത്തിനകത്ത് കിടക്കുന്നത്. ഒരു മെഷീനാണ്. നമ്മൾ മൊബൈലൊക്കെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കുന്നു, ആവശ്യം കഴിയുമ്പോൾ നമ്മൾ മാറ്റിവെക്കുന്നു, അല്ലെങ്കിൽ നമുക്കൊരു അസ്വസ്ഥമായി തോന്നുമ്പോൾ നമ്മൾ അതിനെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നു എന്ന രീതിയിലാണ് നമ്മൾ ഒരു ഉപകരണത്തെ അഥവാ ഒരു മെഷീനെ നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഭാഷയെ നമുക്ക് അതുപോലെ ഉപയോഗിക്കാൻ ഒരിക്കലും സാധ്യമല്ല. കാരണം എന്താണ്? ഭാഷ യഥാർത്ഥത്തിൽ നമ്മളെയാണ് ഉപയോഗിക്കുന്നത്. ഭാഷയിലാണ് യഥാർത്ഥത്തിൽ നാം ഓരോരുത്തരും ജീവിക്കുന്നത്, അല്ലെ? നമ്മൾ അമ്മയെ തിരിച്ചറിയുന്നതും അച്ഛനെ തിരിച്ചറിയുന്നതും സഹോദരങ്ങളെ തിരിച്ചറിയുന്നതും ഒക്കെ ഭാഷയിലൂടെയാണ്. ഞാൻ എന്തു പറയണമെന്ന് വിചാരിക്കുന്നത് ഭാഷയിലൂടെയാണ്. ഞാൻ ചിന്തിക്കുന്നത് ഭാഷയിലൂടെയാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ്? മനുഷ്യന്റെ പാർപ്പിടമാണ് ഭാഷ എന്ന് പറയുന്നതാണ് ഏറ്റവും യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. ഞാൻ ശ്വസിക്കുന്നത് ഭാഷയിലൂടെയാണ്. എൻ്റെ ആകെയുള്ള ഞാൻ എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി, എൻ്റെ സത്ത എന്ന് പറയുന്നത് ഭാഷയിലൂടെയാണ് വെളിവാകുന്നത് എന്നതിൽ യാതൊരു തർക്കമില്ല. മനുഷ്യനൊരു ഭാഷാ ജീവിയാണ്, അല്ലെ? BA-ക്കൊക്കെ പഠിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഭാഷാശാസ്ത്രം പഠിക്കുമ്പോൾ പറയാറുണ്ട്, മനുഷ്യഭാഷയും മൃഗഭാഷയും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച്. കാരണം മൃഗങ്ങളുടെ ഭാഷയുടെ നിർവചനത്തിന്റെ പരിധിക്കുള്ളിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. മനുഷ്യനൊരു ഭാഷാ ജീവിയാണ് എന്ന് ഞാൻ പറയുമ്പോഴും മൃഗങ്ങളുടെ ഭാഷയ്ക്കുള്ളിലല്ല മനുഷ്യഭാഷ നിലനിൽക്കുന്നത്. മനുഷ്യഭാഷ സമഗ്രമാണ്, വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് അനുഭവങ്ങളെ അതിൻ്റെ ആസന്നമായിട്ടുള്ള
മുഹൂർത്തങ്ങളെ ഏത് സമയവും എടുത്ത് നിർമ്മിക്കുവാൻ മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ വളരെ രസകരമായിട്ടുള്ള ഒരു ഉദാഹരണം പറയാം. നമ്മള് എപ്പോഴും നമ്മൾ റോഡിലോ അല്ലെങ്കിൽ വഴികളിലോ ഒക്കെ നടക്കുമ്പോൾ ധാരാളം നായ്ക്കളെ കാണാറുണ്ട്. ഈ നായ്ക്കളെ കാണുമ്പോൾ മനുഷ്യന് സഹജമായ ഒരു സ്വഭാവമുണ്ട്. അതെന്താ നിങ്ങൾക്കറിയാം? നമുക്ക് വെറുതെ ഒരു നായ അവിടെ നിൽക്കുകയാണെങ്കിൽ പോലും നമ്മളൊരു കല്ലെടുത്തെറിയും, അല്ലേ? ആ കല്ലെടുത്തെറിയുമ്പോൾ നായ കൊള്ളുകയാണെങ്കിൽ അതിന്റെ കാലൊക്കെ അതിങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് എന്താണ് വേദനയോട് കരഞ്ഞുകൊണ്ട് ഓടുന്നത് നമ്മൾ കാണും. ചില സമയത്ത് നായ തിരിച്ചു പ്രതികരിക്കുകയും ചെയ്യാറുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച്, ആ നായക്ക് ആ കല്ലേറ് കൊണ്ടുള്ള ആ സമയത്തൊരു വേദന, ആ വേദന പിന്നീട് ആ നായ മറന്നു കളയും. അതേസമയം നിങ്ങൾക്കാണ് ഒരടിയോ ഇതുപോലെ ഒരു ഏറോ ഒരു എന്തെങ്കിലും ഒരു വേദനയെ റീൻഫോഴ്സ് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു ആക്ട് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അത് ഒരിക്കലും മറക്കില്ല, അല്ലേ? മനുഷ്യന് ലഭിക്കുന്ന വേദനയാണെങ്കിലും സന്തോഷമാണെങ്കിലും സ്നേഹമാണെങ്കിലും ഏത് വികാരമാണെങ്കിലും അവനത് മറക്കില്ല. ചിലപ്പോൾ അവന്റെ ഒരു വേദനയായിരിക്കാം ചിലപ്പോൾ ഒരു കവിതയായി മാറുന്നത്, അല്ലെങ്കിൽ അതൊരു സ്വപ്നമായി മാറാം, അല്ലെങ്കിൽ അതൊരു നോവലായി മാറാം. തകഴിയുടെ നിങ്ങൾക്കറിയാം ചെമ്മീൻ എന്ന നോവല്, അതിന്റെ ആമുഖത്തില് തകഴി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ തകഴി പുറക്കാട് കടപ്പുറത്ത് വൈകുന്നേരം കാറ്റുകൊള്ളാൻ പോയതാണ്. ആ നല്ല തിരക്കുള്ള സമയമാണ്. അപ്പോൾ ആരോ അവിടെ നിന്ന് കറുത്തമ്മ എന്ന് വിളിക്കുന്ന കേട്ടു എന്ന്. ആരെയാ വിളിച്ചതെന്നോ ആരാണ് വിളിച്ചതെന്നോ തകഴി കേട്ടിട്ടില്ല. ആ വിളി മാത്രം തകഴിയുടെ ചെവിയിലേക്ക് വന്നെത്തി. ആ ഒറ്റ ശബ്ദത്തിൽ നിന്നാണ് ചെമ്മീൻ എന്ന് പറയുന്ന നോവൽ രൂപപ്പെട്ടത്. അപ്പൊ നിങ്ങൾ ഓർത്ത ഒരു ഭാഷയുടെ അല്ലെങ്കിൽ ആ കേട്ട ശബ്ദത്തിന്റെ പവർ എന്താണെന്ന്, അല്ലെ? അത് മനുഷ്യന് മാത്രം സാധ്യമാകുന്ന ഒന്നാണ്. കേട്ടതിനെ വീണ്ടും പുനർജനിപ്പിക്കുവാൻ അല്ലെങ്കിൽ അതിനെ ഒരു അനുഭവമാക്കാൻ മനുഷ്യന് മാത്രമേ ഭാഷയിലൂടെ അത് സാധ്യമാവുള്ളൂ. അത് മൃഗത്തിന് അസാധ്യമാണ്, അല്ലെ? ഒരു കുതിരയാണെങ്കിലും ആനയാണെങ്കിലും അത് വെള്ളത്തിനരികത്തിലേക്ക് എത്തുമ്പോഴാണ് അതിനത് വെള്ളമാണെന്നും ദാഹത്തെ തുടർന്നത് അവിടെ എത്തപ്പെടുന്നത്. അതിനുശേഷം അതിന്റെ ഓർമ്മയിൽ ഈ പറയുന്ന പുഴയോ അല്ലെങ്കിൽ ആ കുളമോ ഉണ്ടാവുകയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പുഴയും ഈ കുളവും എല്ലാം അനുഭവമായി മനുഷ്യന്റെ ഉള്ളിൽ നിലകൊള്ളുകയാണ്. അത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് എടുത്തുപയോഗിക്കാം. കാരണം ഈ അനുഭവങ്ങളെ ഭാഷയുടെ രൂപത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കാമല്ലോ? കാരണം എനിക്ക് ഇടയ്ക്കൊന്ന് റേഞ്ച് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ്. അപ്പൊ അനന്തമായ ആശയ നിർമ്മാണ ശേഷിയുള്ളതാണ് ഭാഷ എന്ന് പറയുന്നത്. ഇതാണ് മൃഗഭാഷയിൽ നിന്നും മനുഷ്യഭാഷയെ ഭിന്നമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് മനുഷ്യനെ ഭാഷയിൽ നിന്ന് വേർപെടുത്തി ചിന്തിക്കുവാൻ സാധിക്കില്ല. യന്ത്രങ്ങളെ നമുക്ക് മാറ്റാം, ഇതിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റിവെക്കാം. ഭാഷയെ എന്താണ് മനുഷ്യനിൽ നിന്ന് വേർതിരിച്ചു മാറ്റാൻ സാധ്യമല്ല. അതിങ്ങനെ ചേർന്ന് ഇങ്ങനെ കിടക്കുകയാണ്. ഇനി മുമ്പ് ഞാൻ സൂചിപ്പിച്ചതിന്റെ ബാക്കി ഭാഗത്തേക്ക് പറയുകയാണ്. ഇതൊരു സാമൂഹിക ഉടമ്പടിയാണ് ഭാഷയെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു. എൻ്റെ ഉള്ളിലുള്ള ഭാഷയല്ല ഞാൻ സംസാരിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിലുള്ള ഭാഷയുമല്ല ഞാൻ സംസാരിക്കുന്നത്. ഭാഷ യഥാർത്ഥത്തിൽ നമുക്കിടയിലാണ്. ഇത് നമ്മൾ രണ്ടു കൂട്ടരും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് ഭാഷ എന്ന് പറയുന്നത്. അത് ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് ഭാഷ എന്ന് പറയുന്നത്. പക്ഷെ എല്ലായിടത്തും ഈ എഗ്രിമെന്റ് അല്ല ഉള്ളത്. ഇപ്പം മലയാളികളായ നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. പക്ഷെ കേരളത്തിൽ താമസിക്കുന്നവരും തമിഴ്നാട്ടിൽ താമസിക്കുന്നവരും തമ്മിൽ ഭാഷാപരമായിട്ടുള്ള എഗ്രിമെന്റ് ഒന്നല്ല, അത് വ്യത്യസ്തമാണ്. അപ്പം മലയാളികളായ നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റും തമിഴ്നാട്ടിൽ താമസിക്കുന്ന മനുഷ്യർ തമ്മിൽ അവർ തമ്മിൽ ഒരു എഗ്രിമെന്റും, അങ്ങനെ ഭാഷാപരമായിട്ടുള്ള എഗ്രിമെന്റുകൾ ഓരോ ഇടത്തും വ്യത്യസ്തമാണ്. ചിലപ്പോൾ ഈ എഗ്രിമെന്റിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ വേണമെന്നുള്ള നിർബന്ധമാണ്. കാരണം അതാണ് മുമ്പേ സൂചിപ്പിച്ചത്, ഭാഷ എന്ന് പറയുന്നത് സാമൂഹികമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്, സോഷ്യൽ എഗ്രിമെന്റ് ആണ്
ഭാഷ എന്ന് പറയുന്നത്. ഈ സോഷ്യൽ എഗ്രിമെന്റിനകത്ത് ധാരാളം ഘടകങ്ങളുണ്ട്. ആ ഘടകം ചിലപ്പോൾ ജാതിയാകാം, മതമായിരിക്കാം, ഒരു സംഘടനയായിരിക്കാം, വർഗമാവാം, വംശമാവാം, നമ്മുടെ വേഷമാവാം, നമ്മുടെ ആഹാരമാവാം. ഇങ്ങനെ ധാരാളം ഘടകങ്ങൾ ചേർന്നാണ് ഈ സോഷ്യൽ എഗ്രിമെന്റ് ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾ നോക്കി, ധാരാളം ഘടകങ്ങൾ ചേർത്തും ചേർന്നാണ് ഒരു ഭാഷ രൂപപ്പെടുന്നത്. നിങ്ങളത് മനസ്സിലാക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മളിലെല്ലാം ഒരു വലിയൊരു വംശം തന്നെയുണ്ട്. നമുക്ക് കൂടിപ്പോയ നമ്മുടെ മുതുമുത്തച്ഛനെ വരെ അറിയായിരിക്കാം. അതിനപ്പുറത്തുള്ള എത്രയോ മനുഷ്യരുടെ പാരമ്പര്യം പേറുന്ന ഒരു ഭാഷയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഭാഷയ്ക്കകത്ത് ഇത്തരം ധാരാളം ഘടകങ്ങൾ ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു മനുഷ്യൻ ഒറ്റയ്ക്കല്ല ജീവിക്കുന്നത്. നമ്മളൊക്കെ വളരെ രസകരമായി പറയാറുണ്ട്, ഞാൻ ഒറ്റയ്ക്കൊരു വ്യക്തിയാണ്, ഞാൻ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്, ഞാനൊരു ഇൻഡിവിജ്വൽ ആണ് എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. അങ്ങനെ പറയുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കുവാൻ സാധ്യമല്ല, നിങ്ങൾക്കൊരു ഇൻഡിവിജ്വൽ ആകുവാൻ സാധ്യമല്ല. കാരണം ഒരു വംശത്തിന്റെ പ്രതിനിധിയാണ് നിങ്ങളിൽ തന്നെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ജാതി, മതം, സംഘടന, വംശം, നമ്മുടെ ആഹാരം, നമ്മുടെ വേഷം, നമ്മുടെ മതം, ഇതെല്ലാം കൂടി ചേർന്നാണ് ഭാഷയുള്ളത്. ആ ഭാഷയുടെ പ്രതിനിധിയാണ് നമ്മൾ. അപ്പൊ നമ്മൾ ഒറ്റയ്ക്കല്ല ഇരിക്കുന്നത്. ഇത്തരത്തിലുള്ള ധാരാളം ഘടകങ്ങൾ ചേർന്നാണ് ഒരു വ്യക്തി രൂപപ്പെടുന്നത്, അല്ലെ? നിങ്ങളൊക്കെ, എൻ്റെ പേര് സുധ എന്നാണ്. അപ്പൊ സുധ എന്ന് പറയുന്ന എന്നെ വിളിക്കുന്ന ഒരു പേര് മാത്രമാണ്. നിങ്ങൾ എന്നെ തിരിച്ചറിയുമ്പോൾ ഈ പറയുന്ന ഘടകങ്ങളെല്ലാം ഉൾച്ചേർന്നാണ് എന്നെ തിരിച്ചറിയുന്നത്. എൻ്റെ ലിംഗം ഏതാണ്, എൻ്റെ സ്വഭാവം ഏതാണ്, എൻ്റെ ഇഷ്ടങ്ങൾ ഏതാണ്, എൻ്റെ മതം ഏതാണ്, ഇതൊക്കെ ചേർത്താണ് എൻ്റെ പേരിലൂടെ നിങ്ങൾ എന്നെ തിരിച്ചറിയുന്നത്. അങ്ങനെ വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന, സ്വയം രൂപപ്പെടുത്താൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല ഞാനെന്ന് മനസ്സിലാക്കേണ്ടതായി വരികയാണ്. ഇങ്ങനെ ബന്ധനങ്ങളിലൂടെ നീങ്ങുന്ന ഒന്നായി മനുഷ്യൻ മാറുകയാണ്, അല്ലെ? മുമ്പ് ഞാൻ സൂചിപ്പിച്ച ഒരു പേരൊക്കെ ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് നമുക്ക് നമ്മളെ വിളിച്ചൊക്കെ സന്തോഷം അടയാൻ തോന്നും. പക്ഷെ നമ്മളെ വിളിക്കാൻ ആരെങ്കിലും വേണം, അല്ലെ? മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാഷ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ വേണം. അപ്പൊ എൻ്റെ ഭാഷാപരമായ എൻ്റെ നാമം വിളിക്കാൻ നിങ്ങളും കൂടി ഉള്ളപ്പോൾ, അപരൻ കൂടി ഉള്ളപ്പോൾ മാത്രമാണ് എൻ്റെ പേരിന് പോലും സാധ്യത വർദ്ധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധ്യമുള്ള ഭാഷ ഏതാണോ അതാണ് നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത്. അതായത് ഈ സോഷ്യൽ എഗ്രിമെന്റ് എനിക്ക് ഫലപ്രദമായി ഏത് ഭാഷയിലാണോ ഉപയോഗിക്കാൻ എനിക്ക് സാധ്യമാകുന്നത് അതാണ് എൻ്റെ മാതൃഭാഷ. അല്ലെങ്കിൽ അനുഭവങ്ങളുടെ സൂക്ഷ്മത കൈകാര്യം ചെയ്യാൻ എനിക്ക് ഏത് ഭാഷയിലൂടെയാണോ സാധ്യമാകുന്നത് അതാണ് എൻ്റെ മാതൃഭാഷ. ആധികാരികമായി എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഏതു ഭാഷയാണോ അതാണ് എൻ്റെ മാതൃഭാഷ എന്ന് പറയുന്നത്. മാധവിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്, ഞാൻ 3 ഭാഷകളിൽ എഴുതുന്നു, 2 ഭാഷകളിൽ സംസാരിക്കുന്നു, 1 ഭാഷയിൽ ഞാൻ സ്വപ്നം കാണുന്നു. എനിക്ക് സ്വപ്നം കാണാൻ സാധിക്കുന്നതാണ് എൻ്റെ മാതൃഭാഷ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നത് നമ്മുടെ മാതൃഭാഷയിലാണ്, അല്ലെ? അതായത് ഈ സ്വപ്നം കാണുമ്പോൾ നമ്മുടെ അനുഭവം അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ സ്ഥാനത്താണ് എത്തുന്നത്. അതായത് ഒരു മൂർത്തമായ സാന്ദ്രമായ സ്ഥലം വലയം ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ മാതൃഭാഷ. കാരണം മനുഷ്യന്റെ അനുഭവ പരിസരമാണ് അവന്റെ മാതൃഭാഷ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ മാതൃഭാഷ എന്നൊരു ഭാഷ ആവശ്യമുണ്ടോ എന്നൊരു സംശയം നമുക്ക് തോന്നാവുന്നതാണ്, അല്ലെ? ഒരു മാതൃഭാഷ എന്നൊരു വലയത്തിനുള്ളിലേക്ക് ഒരു ഭാഷയെ കൊണ്ടുവരേണ്ടതുണ്ടോ? കാരണം മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അനുഭവ പരിസരത്തിലൂടെ ലോകത്തെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്ന ഭാഷയാണ് മാതൃഭാഷ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഏതേലും ഭാഷ പറയാൻ പോരെ? ഞാൻ പറയുന്നതും നിങ്ങൾ പറയുന്നതും മനസ്സിലാക്കാൻ എനിക്കൊരു ഭാഷ മാത്രം പോരെ? അതിനപ്പുറത്തേക്ക് മാതൃഭാഷ എന്നൊരു ടേമിനെ ഇതിനകത്തേക്ക് കൊണ്ടുവരേണ്ടത് ഉണ്ടോ?
നമ്മുടെ അവസ്ഥ യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിയാവോ? നമ്മൾ ക്ലാസ് മുറികളിലൊക്കെ ഒരു മലയാള പദത്തിന്റെ അർത്ഥം ചോദിക്കുമ്പോൾ കുട്ടികൾ അതിന്റെ ഇംഗ്ലീഷ് പദം ഉത്തരമായി പറഞ്ഞു തരും. ഇംഗ്ലീഷ് പദമാണ് ചോദിക്കുന്നതെങ്കിൽ അവര് മലയാളം പദം പറഞ്ഞു തരും. അങ്ങനെ മലയാളം ഒട്ട് നമുക്ക് പൂർണ്ണമായി അറിയുകയുമില്ല, ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്ക് ഒരു വശവുമില്ല. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഭാഷാ വിചാരങ്ങളും ഭാഷാ പ്രയോഗങ്ങളും ഒക്കെ ഇന്ന് മാറുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പം മാതൃഭാഷ എന്ന് പറയുന്നത് ഈ ലോകത്തെ തെളിയിച്ചു കൊണ്ടുപോകുന്നതാണ്. ഞാൻ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ആകാശം എന്ന പദം, ആകാശം എന്ന പദത്തിന്റെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ പര്യായ പദങ്ങൾ ധാരാളം പഠിച്ചിട്ടുണ്ടാവും. ആകാശം എന്ന പദത്തിന്റെ പര്യായ പദങ്ങൾ അതല്ലെങ്കിൽ അതിന്റെ പലവിധ അർത്ഥങ്ങളെ കുറിച്ച് ഒരു കവി പാടിയിട്ടുണ്ട്. വാനമേ, ഗഗനമേ, വ്യോമമേ, സ്വരസിദ്ധ സ്ഥാനമേ, വിഹായസേ, നഭസ്സേ, നമസ്കാരം. ഇവിടെ വാനം എന്ന് പറഞ്ഞാലും ഗഗനം എന്ന് പറഞ്ഞാലും വ്യോമം എന്ന് പറഞ്ഞാലും വിഹായസ് എന്ന് പറഞ്ഞാലും നഭസ് എന്ന് പറഞ്ഞാലും എല്ലാം സൂക്ഷ്മമായ അർത്ഥവ്യത്യാസങ്ങളുള്ള പദങ്ങളാണ് അല്ലെ? അത് എനിക്ക് മനസ്സിലാകുന്നത് എൻ്റെ മാതൃഭാഷയിലൂടെയാണ്. അല്ലെങ്കിൽ സ്കൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആകാശം ഇംഗ്ലീഷ് ഭാഷയിൽ തീർന്നു. അതിനപ്പുറത്തേക്കുള്ള ഈ ആകാശത്തിന്റെ വിവിധ അർത്ഥമാനങ്ങളെ എനിക്ക് മനസ്സിലാക്കി തരുന്നത് എൻ്റെ മാതൃഭാഷയാണ്. അങ്ങനെ വരുമ്പോൾ മാതൃഭാഷയില്ലാതെ നമുക്ക് എന്താണ് ഭാഷാപരമായി അതിജീവിക്കാൻ സാധ്യമാവുകയില്ല. ഇപ്പൊ കടലാഴി അല്ലെ, ആഴിയും അലയും ഒക്കെ ഉള്ളതാണ് അലയാഴി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് കടൽ, സി, അവിടെ കൊണ്ട് നമ്മുടെ പദത്തിന്റെ അർത്ഥം നമുക്ക് തീരുകയാണ്. ഇങ്ങനെ അർത്ഥത്തിന്റെ, അതായത് ഒരു പദത്തിന്റെ സൂക്ഷ്മ അർത്ഥങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഏതാണോ അതാണ് നമ്മുടെ മാതൃഭാഷ. അതായത് വാക്ക് ഇങ്ങനെ അനന്ത ഭേദങ്ങളിലേക്ക് തുറക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് അവന്റെ മാതൃഭാഷ എന്ന് പറയുന്നത്. നിങ്ങൾ മരത്തിലേക്കൊന്ന് നോക്കൂ. മരങ്ങളെല്ലാം വ്യത്യസ്തമാണ്. ഒരു മരം പോലെ മറ്റൊരു മരമില്ല അല്ലെ? രൂപപരമായി എല്ലാം വ്യത്യാസമാണ്. അവയുടെ ഒക്കെ ഇലകൾ നിങ്ങൾ നോക്കൂ. ഒരില പോലെ മറ്റൊരിലയില്ല. അവയുടെ പച്ച നിറം നിങ്ങൾ നോക്കൂ. എത്ര നാനാവിധത്തിലുള്ള പച്ചകളാണ് നിങ്ങൾ ദർശിക്കുന്നത്. ഒരു മരവും മറ്റൊരു മരമല്ല, ഒരിലയും മറ്റൊരിലയല്ല, ഒരു പച്ചയും മറ്റൊരു പച്ചയല്ല. ഇങ്ങനെ സൂക്ഷ്മങ്ങളായി ഇവ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് അനുഭവേദ്യമാകുന്നത് നമുക്ക് മാതൃഭാഷയിലൂടെയാണ്. അല്ലെങ്കിൽ നമുക്ക് മരം എന്ന് പറയുമ്പോൾ അവയെല്ലാം തീരുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അല്ലെ? നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ കോളേജിൽ ഒരു പ്രത്യേക ആവശ്യമായിട്ട് വന്നതാണ്. അപ്പോൾ കുറച്ച് ശബ്ദങ്ങളുണ്ടായി, അത് പറയാനായിട്ടൊന്ന് പോയതാണ്. അപ്പം വാക്ക് ഇങ്ങനെ അനന്ത സാധ്യതകളിലേക്ക് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മരം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമുക്കെല്ലാം ഒരു മരമാണ്. ഈ അനന്ത ഭേദങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാവുകയില്ല. ഈ അനന്ത ഭേദങ്ങളെ നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ മാതൃഭാഷയിലൂടെയാണ്. ഈ സൂക്ഷ്മ യാഥാർത്ഥ്യം അറിയണമെങ്കിൽ നമുക്ക് മാതൃഭാഷ വേണ്ടി വരികയാണ്. നമുക്ക് സഹജമായി നമ്മൾ ഇരിക്കുന്നത് എവിടെയാണ്? നമ്മൾ മാതൃഭാഷയിലാണ്. നമ്മുടെ അറിവും അധികാരവും നീതി നിർവഹണവും ഒക്കെ നമുക്ക് മാതൃഭാഷയിലായിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മളാ യഥാർത്ഥത്തിൽ ജീവിക്കുവാൻ സാധ്യമാകുള്ളൂ. അതായത് മുമ്പ് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ജീവിത പരിസരം പൂർണ്ണമായി അരങ്ങേറുന്ന ഒന്നാണ് നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു 19-ാം നൂറ്റാണ്ടിലൊക്കെ മദ്രാസ് ഹൈക്കോടതിയൊക്കെ പുറപ്പെടുവിക്കുന്ന ഓർഡറുകൾ, അതായത് ജഡ്ജ്മെന്റുകളൊക്കെ ആ കാലത്ത് തന്നെ മലയാള ഭാഷയിൽ ഉണ്ടായിരുന്നു. അതായത് ഇംഗ്ലീഷിനോടൊപ്പം തന്നെ മലയാള ഭാഷയിലും ജഡ്ജ്മെന്റ് കിട്ടിയിരുന്നു. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇന്ന് ഏതെങ്കിലും ഒരു താലൂക്ക് കോടതിയിൽ നിന്ന് പോലും നിങ്ങൾക്ക് മലയാളത്തിൽ ഈ പറയുന്ന ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, 19-ാം നൂറ്റാണ്ടിൽ തന്നെ നമ്മുടെ മലയാളം അതൊരു പക്വമായ ഭാഷയായിരുന്നു. ഞങ്ങളുടെ കോളേജിൽ പഠിച്ച കുട്ടികൾക്കറിയാം,
അവിടെ ഞങ്ങൾക്ക് ഒരു ജോർജ് മാത്തൻ അക്കാദമി ഉണ്ട്. 19-ാം നൂറ്റാണ്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗദ്യ ഭാഷാകാരനും നവോത്ഥാന നായകനുമായിരുന്നു റവറൻ ജോർജ് മാത്തൻ. അക്കാലത്ത് അദ്ദേഹം ശാസ്ത്രഗ്രന്ഥങ്ങൾ എഴുതിയിരുന്നത് മലയാള ഭാഷയിലായിരുന്നു. അപ്പം നമ്മുടെ ഭാഷയ്ക്ക് ഒരു ശേഷിക്കുറവുമില്ല. അത് ശേഷിക്കുറവായി നമ്മളാണ് ആ ഭാഷയെ ആ തരത്തിൽ പരിഗണിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് എൻ്റെ ഭാഷയ്ക്ക് ശാസ്ത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പക്വതയില്ല എന്ന് ഞാൻ തന്നെ വിളിച്ചു പറയുകയാണ്. ഭാഷയ്ക്കൊരു കുഴപ്പവുമില്ല. ഭാഷ പക്വമായിട്ടുള്ള വികസിതമായിട്ടുള്ള ഒരു ഭാഷ തന്നെയാണ്. അപ്പൊ 19-ാം നൂറ്റാണ്ടിൽ ഒരു വികസന പാതയിൽ നിന്ന് 21-ാം നൂറ്റാണ്ടിലേക്ക് എത്തിയപ്പോൾ മലയാള ഭാഷയ്ക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. പണ്ട് തലശ്ശേരിയിൽ വിഗ്രഹ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശ്രീനാരായണ ഗുരു അവിടെ എത്തിയപ്പോൾ ഈ ശ്രീനാരായണ ഗുരുവും മണ്ണന്തലം മൂസും കൂടെ തമ്മിൽ ഒരു വാദപ്രതിവാദം ഒക്കെ നടത്തുന്നുണ്ട്. മണ്ണന്തലം മൂസ് സംസ്കൃതത്തിലാണ് വിഗ്രഹ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അപ്പം ശ്രീനാരായണ ഗുരു മണ്ണന്തലം മൂസിനോട് പറഞ്ഞു, നിങ്ങൾ സംസ്കൃതത്തിൽ സംസാരിക്കാതെ മലയാളത്തിൽ സംസാരിക്കൂ. കാരണം ഇത് കേൾക്കാനായി വന്നിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. അവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ നിങ്ങൾ സംസാരിക്കൂ എന്ന് മണ്ണന്തലം മൂസിനോട് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം സമ്മതിച്ചില്ല. കാരണം ഞാൻ മലയാളത്തിൽ സംസാരിക്കാൻ പോയാൽ ഞാൻ പറയുന്നതിലെ അപാകതകൾ എൻ്റെ മുൻപിലിരിക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കും. സംസ്കൃതത്തിലാ പറയുന്നെങ്കിൽ എന്തൊക്കെയോ പറയുന്നു, ആർക്കും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നതൊക്കെ എന്തോ വലിയ അപാരമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് ജനങ്ങൾ വിശ്വസിച്ചു കൊള്ളുമല്ലോ എന്നായിരുന്നു മൂസിന്റെ മനസ്സിലെ ചിന്ത. അപ്പൊ ഭാഷയെന്ന് പറയുന്നത് ഏറ്റവും ലളിതമായി ഉപയോഗിക്കുന്ന ഇടത്താണ് അത് അതിന്റെ വിനിമയ ശേഷി വ്യക്തമാക്കുന്നത്. കാരണം നമ്മൾ ഭാഷ ഉപയോഗിക്കുന്ന എപ്പോഴും എന്താണ്, മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനാണ് ഭാഷയെ, അത് ആശയത്തെ എത്തിക്കുവാനാണ് ഭാഷ ഉപയോഗിക്കുന്നത്. ആർക്കും മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നത്, എല്ലാവർക്കും മനസ്സിലാകുവാൻ വേണ്ടിയാണ് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പൊ ആർക്കും മനസ്സിലാകാത്ത ഭാഷ ഉപയോഗിച്ചാൽ എങ്ങനെയിരിക്കും? പണ്ട് അഴീക്കോട് മാഷ് പറഞ്ഞിട്ടുണ്ട്, ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞ ആ പദം കേട്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് ഓടിയിട്ടുള്ളത്. ഭാഷ ഒരു അധികാരത്തിന്റെ റെപ്രസെന്റേഷൻ കൂടിയാണ്. ഇന്ത്യ വിടുക എന്ന് പറഞ്ഞ അത്രയ്ക്ക് പവർ ഉണ്ട് ഭാഷയ്ക്കെന്നാണ് അഴീക്കോട് മാഷ് പറയുന്നത്. ഭാഷ ഒരു അധികാരത്തിന്റെ സൂചകം കൂടിയാണ്. മാത്രമല്ല 20-ാം നൂറ്റാണ്ടിലെ ഒരു പ്രധാനപ്പെട്ട ചിന്തകനായിരുന്നു, മുസ്ലിം സമുദായ നവോത്ഥാന നായകനായിരുന്നു മക്തിത്തങ്ങൾ. മക്തിത്തങ്ങൾ ജനങ്ങളോട് ആവശ്യപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഭാഷയിൽ പ്രാർത്ഥിക്കണം. അല്ലാതെ നിങ്ങൾ പുരോഹിതന്റെ ഭാഷയിലല്ല പ്രാർത്ഥിക്കേണ്ടത്, അല്ലെ? പുരോഹിതന്റെ മാത്രമല്ല ദൈവം, അത് നിങ്ങളുടെ കൂടി ദൈവമാണ്, അല്ലെ? അപ്പം നിങ്ങളുടെ ദൈവമാണെങ്കിൽ നിങ്ങൾ ഏത് ഭാഷയിൽ പ്രാർത്ഥിക്കണം? നിങ്ങളുടെ ഭാഷയിൽ പ്രാർത്ഥിക്കണം. യഥാർത്ഥത്തിൽ ഒരു മതപരമായിട്ടുള്ള നവോത്ഥാനം കൂടിയാണ് അവിടെ സംഭവിക്കുന്നത്. അതായത് ദൈവ സങ്കീർത്തനങ്ങളെയെല്ലാം നാട്ടുഭാഷയിൽ കൊണ്ടുവരിക എന്നുള്ളത്. കത്തോലിക്ക സഭയുടെ പിളർപ്പൊക്കെ നിങ്ങൾ ഈ സാഹചര്യത്തിൽ ഓർക്കുന്നുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉദയംപേരൂർ സുനഹദോസ് ഒക്കെ നടന്ന സാഹചര്യമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. നാട്ടുഭാഷയുമായി ബന്ധപ്പെട്ടാണ് കത്തോലിക്ക സഭയിൽ തന്നെ ഈ വലിയ പിളർപ്പൊക്കെ സംഭവിച്ചത്. 19-ാം നൂറ്റാണ്ട് വരെ നമ്മുടെ ദൈവനാമ സങ്കീർത്തനങ്ങളൊക്കെ തന്നെ എവിടെയായിരുന്നു? സംസ്കൃത ഭാഷയിലായിരുന്നു. നമ്മുടെ വൈലോപ്പിള്ളി ഋഗ്വേദം മലയാളത്തിലാക്കുകയും കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രാമായണം മലയാളത്തിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്തു. അങ്ങനെ ഒരു ജനതയുടെ ദൈവാധികാരം യഥാർത്ഥത്തിൽ ആ ജനതയ്ക്ക് തന്നെയാണ്, പുരോഹിതനല്ല ഉള്ളത്. അങ്ങനെ വരുമ്പോൾ ഭാഷയെ നമ്മൾ മാതൃവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ സംസ്കാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും, നമ്മുടെ ജീവിത കാഴ്ചപ്പാടുകളുടെ കാര്യത്തിലാണെങ്കിലും, നമ്മുടെ മതസങ്കല്പങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഈ മാതൃഭാഷാവൽക്കരണം വളരെ അത്യാവശ്യമാണ്. നമ്മളുടെ ഇടയിൽ മറ്റൊരു തെറ്റായ ചിന്താഗതി, ഞാൻ ഭാഷാശാസ്ത്രം കുട്ടികളെ പഠിപ്പിക്കുമ്പോഴൊക്കെ എല്ലാ ബാച്ചിലെയും കുട്ടികൾ എന്നോട് ചോദിക്കാറുള്ള ചോദ്യമാണ്, നല്ല മലയാളം ഏതാണെന്ന്. കോട്ടയത്ത് സംസാരിക്കുന്നതാണോ നല്ല മലയാളം, തിരുവനന്തപുരത്ത് സംസാരിക്കുന്നതാണോ നല്ല മലയാളം, അല്ലെങ്കിൽ ആലപ്പുഴയിൽ സംസാരിക്കുന്നതാണോ നല്ല മലയാളം? അതൊരു യഥാർത്ഥത്തിൽ തെറ്റിദ്ധാരണയാണ്. നല്ല മലയാളം എന്നൊന്നില്ല യഥാർത്ഥത്തിൽ. ഭാഷയ്ക്ക് ശുദ്ധമായ സ്വരൂപം
എന്നത് ഒരു കാലത്തുമില്ല. അതായത് സാമൂഹിക ബന്ധങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് എന്താണ് ഈ ഭാഷയും മാറിക്കൊണ്ടിരിക്കും. അതായത് മനുഷ്യൻ മാറുന്നതനുസരിച്ച് അവന്റെ ഭാഷയും യഥാർത്ഥത്തിൽ മാറും. അതായത് ജാതി, മതം, വർഗം, ദേശം ഇതെല്ലാം കൂടി ചേർന്നല്ലേ ഭാഷ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഭാഷയുടെ ഒരു ജനാധിപത്യവൽക്കരണമാണ് അവിടെ സംഭവിക്കുന്നത്. ഭാഷയുടെ ഇങ്ങനെ ഭിന്ന രൂപങ്ങളെല്ലാം കൂടി ചേർന്നാണ് ഒരു ഭാഷ രൂപപ്പെടുന്നത്. നമ്മൾ തന്നെ പറയാറുള്ള ഒരു ശൈലിയാണ് 6 മലയാളിക്ക് 100 മലയാളം എന്നുള്ളത്. അങ്ങനെ ഈ 100ഉം 1000ഉം 10,000ഉം ലക്ഷങ്ങളും കോടികളും ഒക്കെയുള്ള ധാരാളം മലയാളങ്ങൾ ചേർന്നുള്ള ഒരു മലയാളമാണ് ഞാനും നിങ്ങളും ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെ? ഭാഷ ഈ ഘടകങ്ങളൊക്കെ തന്നെ ഭാഷയെ വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജീവിക്കുന്ന ഭാഷയുടെ ഒരു സ്വഭാവമാണ് അതിങ്ങനെ എന്താണ് ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്നത്. ഓരോ കാലത്തിലേക്കും ഓരോ കാലത്തിലെയും ജീവിക്കുന്ന മനുഷ്യരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ഭാഷയും മാറുന്നത്. നമ്മുടെയൊക്കെ ചരിത്രമാണ് ഈ ഭാഷയ്ക്കുള്ളിലുള്ളത്. എന്റെ ചരിത്രം ഞാൻ സംസാരിക്കുന്ന ഭാഷയിലുണ്ട്, അല്ലെ? എന്നെ കേൾക്കുന്ന നിങ്ങളിലുണ്ട് എന്റെ ചരിത്രം. അപ്പൊ ഭാഷയെന്ന് പറയുന്നത് മനുഷ്യന്റെ ചരിത്രത്തെ കൂടി പേറിക്കൊണ്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, എല്ലാം പറയാനുള്ള ഒരു ശേഷി ഒരു ഭാഷയ്ക്കുമില്ല. എന്റെ മനസ്സിലുള്ള എല്ലാ ഇമോഷൻസിനെയും എനിക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ എന്റെ ഭാഷയ്ക്കാവില്ല. അത് മലയാള ഭാഷയുടെ മാത്രം കുറവല്ല, ലോകത്തിലെ ഏതൊരു ഭാഷയും അങ്ങനെയാണ്. മുഴുവൻ എൻ്റെ ഉള്ളിലുള്ള എല്ലാ വികാരങ്ങളെയും പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരു ഭാഷയ്ക്കും സാധ്യമല്ല. നമ്മൾ ചില സമയത്ത് ഭയങ്കര ഭാഷാ വിപ്ലവകാരികളാകാറുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മള് മധുവും ജഗദീഷും ഒക്കെ അഭിനയിച്ച സിംഹവാലൻ മേനോൻ എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് ഒരു ഭാഷാ വിപ്ലവകാരിയായ മധു അഭിനയിച്ച കഥാപാത്രം മാറാറുണ്ട്. പലപ്പോഴും അതൊരു വികലമായിട്ടുള്ള രീതിയിൽ ഭാഷയെ ഉപയോഗിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നാറുള്ളത്. കാരണം പർപ്പസ്ഫുള്ളി ഭാഷയെ പ്രയോഗിച്ച് അതിൻ്റെ ഒരു നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു മുഖത്തെ ആ ഭാഷയിലൂടെ അവതരിപ്പിക്കാൻ ആ കഥാപാത്രം ശ്രമിക്കുന്നതായി കാണാറുണ്ട്. ഏതൊരു ഭാഷയും പോലെ സൗന്ദര്യാത്മകമായിട്ടുള്ള വശങ്ങളാണ് ഈ മലയാള ഭാഷയ്ക്കുമുള്ളത്. അതിനെ വികലമാക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും ഭാഷയെ പരാജയപ്പെടുത്തുവാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുന്നത്. ഇന്ന് മലയാളത്തിൽ തന്നെ ധാരാളം ഇംഗ്ലീഷ് ആണെങ്കിലും സംസ്കൃതമാണെങ്കിലും തമിഴാണെങ്കിലും ലാറ്റിൻ ആണെങ്കിലും ഗ്രീക്ക് ആണെങ്കിലും അറബിക് ആണെങ്കിലും ധാരാളം പദങ്ങളുണ്ട്. അവയൊക്കെ അവിടെ നിന്ന് വന്നതാണോ എന്ന് പോലും നമുക്കറിയാറില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ പലപ്പോഴും കാറിന്റെ ലൈറ്റ് എന്ന് പറയുമ്പോൾ പറയും ഇത് മലയാള പദമല്ല. കാർ എന്ന പദം എന്താണ്? മലയാള പദമല്ല. ലൈറ്റ് എന്ന പദം മലയാളമല്ല. പക്ഷെ പിതാവിന്റെ ഭവനം എന്ന് പറയുമ്പോൾ നമുക്കത് മലയാളമാണ്, അല്ലേ? പിതാവ് മലയാളമല്ല, ഭവനവും മലയാളമല്ല. പക്ഷെ പിതാവിന്റെ ഭവനം നമുക്ക് മലയാളമായി തീരുകയും കാറിന്റെ ലൈറ്റ് നമുക്ക് മലയാളം അല്ലാതായി തീരുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടതില്ല. നമ്മൾ സ്വാഭാവികമായി നമ്മുടെ ഭാഷയുടെ പരിസരത്തിലേക്ക് കൊണ്ടുവരുന്ന പദങ്ങളെയെല്ലാം തന്നെ നമ്മുടെ ഭാഷയുടെ പരിധിക്കുള്ളിൽ പെടുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു ഭാഷാ വിപ്ലവകാരികളായി തീരേണ്ട ഒരാവശ്യവും നമുക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് നിങ്ങൾ നോക്കുള്ളൂ. എനിക്ക് തോന്നുന്നു 60% പദങ്ങളും മറ്റു ഭാഷയിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള ഒരു ഭാഷയാണ് ഇംഗ്ലീഷ്. ഫ്രഞ്ച്, ലാറ്റിൻ, ഗ്രീക്ക് തുടങ്ങിയ പദങ്ങളാണ് ഏറ്റവും അധികം ഇംഗ്ലീഷ് ഭാഷയിലുള്ളത്. അപ്പം ഭാഷാശുദ്ധി എന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റായ സങ്കല്പമാണെന്ന് പറയേണ്ടതായിട്ട് വരും, അല്ലേ? നമ്മൾ ഒരു ഭാഷാ വിപ്ലവകാരികളല്ല, ഭാഷയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിട്ടാണ് യഥാർത്ഥത്തിൽ മാറുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 13-ാം നൂറ്റാണ്ടിൽ കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിന് ഒരു വിവർത്തനം മലയാളത്തിലുണ്ടായി. അന്ന് ഈ അർത്ഥശാസ്ത്രത്തിനുണ്ടായ വിവർത്തനങ്ങളിൽ ഏറ്റവും നല്ല വിവർത്തനം എന്ന് പറയുന്നത് കൗടില്യന്റേതായിരുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച ആ ഭാഷയുടെ ഒരു ഗരിമയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയോളൂ. 17-ാം നൂറ്റാണ്ടിൽ യുക്തിഭാഷ എന്ന പേരിൽ ഒരു ഗണിത ശാസ്ത്ര ഗ്രന്ഥം വരുന്നുണ്ട്. ഇന്ന് എത്ര ഗണിതശാസ്ത്ര ഗ്രന്ഥങ്ങൾ മലയാളത്തിൽ ഉണ്ടാവുന്നുണ്ട്? അല്ലെങ്കിൽ എത്ര ശാസ്ത്ര ഗ്രന്ഥങ്ങൾ മലയാളത്തിലുണ്ട്? ഗ്രന്ഥങ്ങൾ പോട്ടെ, ലേഖനങ്ങൾ മലയാളത്തിൽ വരുന്നു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്
പലപ്പോഴും ഇത്തരം ശാസ്ത്ര ഗ്രന്ഥങ്ങളെ പുറത്തിറക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. അവർ തന്നെ പറയാറുണ്ട് മലയാളത്തിൽ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഇവിടെ വരാറേ ഇല്ല എന്നുള്ളത്. ഭാഷയുടെ ശേഷിക്കുറവൊന്നുമല്ല, ഭാഷയെ അത്തരത്തിൽ ഉപയോഗിക്കാനുള്ള നമ്മുടെ ഒരു മാനസിക ബുദ്ധിമുട്ടാണ്. പലപ്പോഴും സയൻസ് പഠിക്കുന്ന കുട്ടികൾ തന്നെ ഞാൻ പറയുന്നത് കേട്ടാറുണ്ട്, ഈ സാങ്കേതിക പദങ്ങളൊന്നും തന്നെ മലയാളത്തിലാക്കാൻ സാധിക്കില്ല മിസ്സേ എന്ന്. സാധിക്കാത്തതൊന്നുമല്ല, പക്ഷെ നമ്മൾ അതിനെ ആ രീതിയിൽ ഉപയോഗപ്പെടുത്താത്തത് കൊണ്ടാണ് ഭാഷയ്ക്ക് ആ ശേഷിക്കുറവ് ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഫിസിക്സ് ആണെങ്കിലും ഫിലോസഫി ആണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് വളരെ കൃത്യമായി ഭാഷയിൽ നിന്ന് ഉപയോഗിക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ശ്രീനാരായണ ഗുരുവിന് ശേഷം ഈ പറയുന്ന തത്വചിന്തയിലുള്ള ഗ്രന്ഥങ്ങളൊന്നും തന്നെ മലയാളത്തിൽ വരുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ആത്മോപദേശ ദശകത്തിനൊക്കെ ശേഷം തന്നെ ഈ തത്വചിന്താപരമായിട്ടുള്ള കാര്യങ്ങളുടെ ഗ്രന്ഥങ്ങളൊന്നും മലയാളത്തിൽ വരുന്നില്ല. കുറച്ചെങ്കിലും സംഭവിക്കുന്നത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ മാത്രമാണ്. ഇങ്ങനെ ഭാഷയെ ശാസ്ത്ര വിഷയങ്ങൾക്കുള്ളിലൂടെ തെളിയിച്ചു കൊണ്ടുവരാൻ സാധ്യമാകുന്നില്ല എന്നുള്ളത് മലയാള ഭാഷയുടെ ഏറ്റവും വലിയ ഒരു നമ്മുടെ തന്നെ ഒരു കുറവാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആധുനികത വരെ ഇങ്ങനെയായിരുന്നു അവസ്ഥയെങ്കിൽ ആധുനികാനന്തരം, അതായത് ആധുനികതയ്ക്ക് ശേഷം വലിയൊരു മാറ്റം ഭാഷയ്ക്കുള്ളിൽ സംഭവിച്ചിട്ടുണ്ട്. കാരണം കോളനീകരണത്തിന് ശേഷം തന്നെ നിങ്ങൾ അറിയുക, മനസ്സിലാക്കുക, ഭാഷയോടുള്ള നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ മാറുന്നുണ്ട് അല്ലെ. നമ്മൾ ഇംഗ്ലീഷ് ഭാഷയോട് വല്ലാത്തൊരു പ്രണയവും ബഹുമാനവും നമ്മൾ കാണിച്ചു തുടങ്ങുന്നുണ്ട്. എന്താണെന്ന് വെച്ചാല് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 200 വർഷം തോന്നുന്നു 10,000-10,000 ആൾക്കാര് ഈ ഇംഗ്ലീഷ് ഭാഷ കൊണ്ട് ഈ ദേശം മുഴുവൻ അടക്കി വാണു അല്ലെ. 200 വർഷം കൊണ്ട് വേറെ 10,000-15,000 ആൾക്കാർ ഇത്രയും ജനങ്ങളെ അടക്കി ഭരിച്ചു. പക്ഷെ അവർ ആ ഒരു ഭാഷ കൊണ്ടാണ് ഈ പറയുന്ന അധികാരം നമ്മളിലേക്ക് കൊണ്ടുവന്നത്. അവര് നമ്മുടെ ഭാഷ പഠിച്ചെടുത്തു അല്ലെ. അതിലൂടെ നമ്മളെ ഭരിക്കുവാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ആ ഭാഷയുടെ ഒരു പവർ, അധികാര പ്രയോഗം നിങ്ങൾ അവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക. പക്ഷെ അവരിവിടുന്ന് തിരിച്ചു പോയിട്ടും അവരുപയോഗിച്ച ആ അധികാര ഭാഷയായ ഇംഗ്ലീഷിനോടുള്ള നമ്മുടെ നിലപാടിന് ഇന്നു വരെ യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ടായിരിക്കാം പലപ്പോഴും നമ്മൾ മലയാളം പഠിക്കേണ്ട വലിയ ആവശ്യമില്ല, അല്ലെങ്കിൽ മലയാളം എന്ത് പഠിക്കാനാണ് ഇരിക്കുന്നത് എന്ന ചോദ്യങ്ങളൊക്കെ പലപ്പോഴും കുട്ടികളും ഒക്കെ നേരിടേണ്ടതായിട്ട് വരിക. ഞാൻ എൻ്റെ കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ നോക്കിയേ എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഷയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്നത്. ആ എന്ന് പറയുന്ന ഭാഷ, അല്ലെങ്കിൽ റ് എന്ന ഒരു അക്ഷരം, അല്ലെങ്കിൽ ഛ എന്നൊരു അക്ഷരം എഴുതാൻ നിങ്ങൾ എത്രത്തോളം ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ചെറുപ്പകാലങ്ങളിൽ. അല്ലെങ്കിൽ റ് എന്നത് ഉച്ചരിക്കാൻ, ഛ എന്ന് ഉച്ചരിക്കാൻ, ഴ എന്ന് ഉച്ചരിക്കാൻ നിങ്ങളുടെ നാവ് എത്രത്തോളം ബന്ധപ്പെട്ടിട്ടുണ്ടാവുക എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ വരുന്ന ആൾക്കാരൊക്കെ മലയാളം പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ അവര് എത്ര വർഷം ഇവിടെ നിന്നാലും ഒന്നും അവരുടെ ഉച്ചാരണം നമ്മുടെ ഉച്ചാരണത്തിന് തുല്യമാവുകയില്ല അല്ലെ. അവരുടെ എഴുത്തിന്റെ ഭംഗിയും നമ്മുടെ എഴുത്തിന്റെ ഭംഗി പോലെ വരികയില്ല. പക്ഷെ നിങ്ങളൊക്കെ ഒരാഴ്ച കൊണ്ട്, അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ 5 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുകയും അവര് സംസാരിക്കുന്ന അതേ ആക്സെന്റ് നിങ്ങൾ സംസാരിക്കുകയും ചെയ്യും അല്ലെ. പക്ഷെ നമ്മുടെ മലയാള ഭാഷ ഇത്രയും നന്നായിട്ട് വശംവദമാക്കാൻ മറ്റൊരാൾക്ക് സാധ്യമാവുന്നില്ല. അപ്പൊ നിങ്ങളുടെ ഭാഷയുടെ ഒരു വലിപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്രയും ഗരിമയുള്ള ഒരു ഭാഷയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് അല്ലെ. നമ്മൾ മലയാളം പഠിക്കുന്ന വിദ്യാർത്ഥികൾ അത്ര വലിപ്പമുള്ള ഭാഷയും ഒരു വിഷയവുമാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് അല്ലെ. മലയാള വ്യാകരണം പോലെ സങ്കീർണമായിട്ടുള്ള ഒരു വ്യാകരണം നമുക്ക് മറ്റൊരു ഭാഷയിൽ നമ്മൾ കാണുന്നില്ല അല്ലെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഭാഷയുടെ ആ വലിപ്പത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ, ഞാൻ മലയാള ഭാഷയെ ഉയർത്തിയും മറ്റൊരു ഭാഷ താഴ്ത്തിയല്ല പറയും. നമ്മളിൽ ഊറ്റം കൊള്ളേണ്ടത് അത്യാവശ്യമാണ്. നമ്മളെ നമ്മളാണ് മനസ്സിലാക്കേണ്ടത് അല്ലെ. പലപ്പോഴും കുട്ടികൾ നമ്മൾ ഫസ്റ്റ് ഇയർ തന്നെ വരുമ്പോൾ പറയും, മിസ്സേ നമ്മുടെ വീട്ടിലുള്ളവരെന്നോട് ചോദിക്കും, അല്ലെങ്കിൽ എന്നോട് അടുത്തുള്ളവർ ചോദിക്കും, പക്ഷേ നിനക്ക് ഇതല്ലാതെ വേറൊന്നും പഠിക്കാൻ കിട്ടിയില്ലേ? അപ്പൊ ഞാൻ പറയാം, നിങ്ങൾ കുറെ കഴിയുമ്പോൾ ഇതിന്റെ ഉത്തരം അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി അല്ലെ. ഭാഷയുടെ ആ ഒരു മലയാള ഭാഷയുടെ ഗരിമ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. ഇത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജ്
കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളെന്നുള്ള ഒരു ആത്മാഭിമാന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. യഥാർത്ഥത്തിൽ ശരിക്കും ഈ ശാസ്ത്ര വിഷയങ്ങളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ മാതൃഭാഷയായ നമ്മുടെ മലയാളത്തെ നമ്മൾ പിന്തള്ളിയിരിക്കുന്നത്. ഭാഷ എന്ന് പറഞ്ഞത് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കേണ്ട ഒന്നാണ്. അല്ലെങ്കിൽ അതെന്താണ്, വെറുതെ ഇരുന്നത് പാഴായിപ്പോകും. സംസ്കൃതത്തെ നമ്മൾ പലപ്പോഴും മൃതഭാഷ എന്ന് പറയാറുണ്ട്. ഒരു ക്ലാസിക് ലാംഗ്വേജ് ആയി. കാരണം നമ്മൾ സംസാര ഭാഷയ്ക്ക് പുറത്തേക്ക് ആ സംസ്കൃതത്തെ നമ്മൾ എന്ന് മാറ്റി നിർത്തിയോ അന്ന് തൊട്ട് ആ ഭാഷ മൃതഭാഷയായി മാറിപ്പോവുകയാണ്. അപ്പൊ നമ്മൾ കൃത്യമായി ഈ ഭാഷയെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരുന്നില്ലെങ്കിൽ നമ്മുടെ ക്ലാസിക് ഭാഷയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ല, ആ ഭാഷ പാഴായി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ജീവനുള്ള ഭാഷയായി നിലനിർത്തേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മുടെ ഒരു അരികെ ജീവിതങ്ങളിൽ മാത്രമായി നമ്മുടെ മലയാളത്തെ നമ്മൾ ഒതുക്കാൻ പാടില്ല. ഈ പറയുന്ന ഗൗരവ തലങ്ങളിലൂടെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ഭാഷയെ നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വിജ്ഞാന മേഖലകളിൽ, നമ്മുടെ കോടതി മേഖലകളിൽ, നമ്മുടെ അധികാര മേഖലകളിൽ, നമ്മുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഗൗരവമായിട്ട് ഏതൊക്കെ തലങ്ങളിൽ നമ്മൾ ഇടപെടുന്നുണ്ടോ അവിടെയൊക്കെ നമ്മുടെ മാതൃഭാഷയെ നമ്മൾ കൊണ്ടുവരണം. അല്ലെ? അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി ധാരാളം വരുന്നുണ്ടെങ്കിലും അത് അർത്ഥപൂർണമായി എത്രത്തോളം സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പൊ നമ്മുടെ പൊതുബോധത്തിൽ മാത്രം മാറ്റി നിർത്തി ഭാഷയെ നമുക്ക് തീർക്കാൻ സാധ്യമല്ല. പലപ്പോഴും നമ്മൾ ഈ മാതൃഭാഷ ഉപയോഗിക്കുന്ന എന്താണ്, എനിക്ക് ആരോടെങ്കിലും വഴക്കുണ്ടാക്കാൻ എനിക്ക് ഏറ്റവും എളുപ്പമുള്ള ഭാഷ എൻ്റെ മാതൃഭാഷയാണ്. എനിക്കൊരു രാഷ്ട്രീയം പറയുകയാണെങ്കിൽ എനിക്ക് എളുപ്പമുള്ള ഭാഷ എൻ്റെ മാതൃഭാഷയാണ്, അല്ലെ? അല്ലെങ്കിൽ ഞാൻ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങണമെങ്കിൽ എനിക്ക് എളുപ്പമുള്ള ഭാഷ എൻ്റെ മാതൃഭാഷയാണ്. പക്ഷെ എൻ്റെ ഗൗരവമുള്ള പ്രാക്ടീസുകളിൽ നിന്ന് ഞാൻ എൻ്റെ ഭാഷയെ മാറ്റി നിർത്തുകയാണ് യഥാർത്ഥത്തിൽ നാം ചെയ്യുന്നത്. അപ്പൊ ഈ ലോക വ്യവഹാരവുമായി നാം ബന്ധപ്പെടുന്നത് ഇംഗ്ലീഷ് ഭാഷയിലൂടെയാണെങ്കിൽ കൂടിയും നമ്മുടെ ഭാഷയെ അതിനോട് ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് സാധ്യമാകും. അത്തരത്തിലുള്ള സാധ്യതകളാണ് നിങ്ങൾ വിദ്യാർത്ഥികളുടെ മുൻപിലൊക്കെ ഉള്ളത്. നമ്മൾ കാൽപ്പനികമായിട്ട് അമ്മ മലയാളം അല്ലെങ്കിൽ എൻ്റെ മുലപ്പാലാണ് മലയാളം എന്ന് മാത്രം പറയുകയല്ല, അതിൽ നിന്ന് ഭാഷയ്ക്കുള്ളിൽ ജീവിക്കാൻ യഥാർത്ഥത്തിൽ നമുക്ക് കഴിയുകയാണ് വേണ്ടത്. നമ്മുടെ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റുന്ന നമ്മുടെ മാതൃഭാഷയെ ഗൗരവ തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ, അതായത് രാഷ്ട്രീയ കാര്യങ്ങളിലും അറിവ് നേടാനുള്ള കാര്യങ്ങളിലും ഒക്കെ നമ്മൾ നമ്മുടെ മാതൃഭാഷയെ ഉപയോഗിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. യഥാർത്ഥത്തിൽ ഈ ജനാധിപത്യ ലോകത്ത് മാതൃഭാഷയിലൂടെ അറിവ് നേടാനും അല്ലെങ്കിൽ നമ്മളെ ഭരിക്കുവാനും ഭരിക്കപ്പെടുവാനും ഒക്കെ മാതൃഭാഷയിലാകാനുള്ള അവകാശം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾക്കറിയാം, ആശാരി വീടിന്റെ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ മുഖപ്പുണ്ടാക്കുന്നു. ഈ അറിവ് എവിടെ നിന്നാണ് കിട്ടിയത്? തന്ത്രസമുച്ചയത്തിൽ നിന്നാണ് കിട്ടിയത്. പക്ഷെ ഈ തന്ത്രസമുച്ചയം ആരുടെയിലാണ് ഇരിക്കുന്നത്? അത് മറ്റൊരാളുടെ കയ്യിലാണ്. ഈ അറിവിന്റെ ഒരു യഥാർത്ഥത്തിലൊരു ജനാധിപത്യവൽക്കരണമാണ് നമുക്കിവിടെ ഉണ്ടാകേണ്ടത്. ഈ അറിവ് ആശയങ്ങളെല്ലാം തന്നെ മാതൃഭാഷയിൽ, നമ്മുടെ നാട്ടുഭാഷയിൽ കൊണ്ടുവരികയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അതിനൊക്കെയുള്ള ഓരോ ഉത്തരവാദിത്തങ്ങളും അധ്യാപന വിദ്യാർത്ഥികളായിരിക്കും നിങ്ങളിലുമുണ്ട്. ഭാഷയെ ജൈവികമായി ഉപയോഗിക്കുക, ഭാഷയെ ഗൗരവ മേഖലകളിലേക്ക് കൊണ്ടുവരിക, ഇതൊക്കെ നിങ്ങൾ കൊണ്ടുവരണം. കാരണം ഇന്ന് ലോകത്തിൽ എവിടൊക്കെ നവോത്ഥാന സമരങ്ങൾ അല്ലെങ്കിൽ നവോത്ഥാന ഇടപെടലുകൾ നടക്കുന്നു അവിടെ എല്ലാം നാട്ടുഭാഷയ്ക്ക് വേണ്ടിയുള്ള, ഭാഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങളും കാണാം. അപ്പം യഥാർത്ഥത്തിൽ മാതൃഭാഷയിലാണ് ജനതയ്ക്കൊരു സ്വാധികാരം കൈവരുന്നത്. ഭാഷ എന്ന് പറയുന്നത് ഒരു കാൽപ്പനികതയല്ല. ഭാഷ എന്ന് പറയുന്നത് ഒരു ഭൂതകാല കുളിരല്ല. ഭാഷ എന്ന് പറയുന്നത് ഗൗരവമായിട്ടുള്ള ജ്ഞാനനിർമ്മാണ പ്രക്രിയക്കകത്ത് അല്ലെങ്കിൽ എൻ്റെ സത്താപരമായ ഒന്നാണ് എൻ്റെ മാതൃഭാഷ എന്ന് ഞാൻ നിങ്ങളെ വീണ്ടും ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വർത്തമാനം ഞാനിവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഭാഷയും ജൈവികതയും എന്ന വിഷയത്തിൽ നല്ലൊരു സെഷൻ എടുത്ത ശ്രീമതി ഡോക്ടർ സുധാ മേരി ടീച്ചറിനോടുള്ള സന്തോഷം അറിയിക്കുന്നു. അടുത്തതായി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുവാനും ആശയങ്ങൾ പങ്കിടുവാനുമുള്ള സമയമാണ്. അതിനായി ഏവരെയും സ്വാഗതം ചെയ്യുന്നു.
മാം, ഒരു മെസ്സേജിലൊരു ചോദ്യമുണ്ടേ. ഇന്ന് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കുട്ടികളെ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നത് മുതൽ പാഠ്യപദ്ധതി അടിമുടി മാറിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ആധുനിക വിദ്യാഭ്യാസ രീതി ഭാഷയുടെ അല്ലെങ്കിൽ ഭാഷാ പഠനത്തിന്റെ ജൈവികതയെ ബാധിക്കുന്നുണ്ടോ? മാമിന്റെ കാഴ്ചപ്പാടൊന്ന് വ്യക്തമാക്കാമോ? തേജസ്വിനിയാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ 1-2 വർഷം മുമ്പ് തന്നെ നമ്മുടെ പാഠപുസ്തകങ്ങൾ അക്ഷരമാല ഇല്ലായിരുന്നു. കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു അക്ഷരമാല തിരികെ വന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ അതായത് സിമ്പിൾ ടു കോംപ്ലക്സ് എന്നാണ്. നിങ്ങൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രമൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണല്ലോ. സിമ്പിൾ ടു കോംപ്ലക്സ് എന്നാണ് നമ്മുടെ ഏതൊരു പഠന രീതിയുടെയും ബേസ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഞാനൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ആ എഴുതിയതിന് ശേഷമാണ് ആ ഈ എന്ന് പറഞ്ഞ അക്ഷരമാലാക്രമത്തിൽ ഞാനൊക്കെ പഠിച്ചിരുന്നത്. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം റ ത ന എന്ന് പഠിച്ചാണ് അക്ഷരങ്ങളുടെ ലോകത്തേക്ക് അവരിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഭാഷ എന്ന് പറയുന്നത് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ നമ്മളെ തന്നെ കണ്ടെത്താനുള്ള ഒന്നാണ്. ഇന്ന് കുട്ടികൾക്ക് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മുടെ മുൻപിൽ 50 കുട്ടികൾ വരികയാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എത്ര പേർക്ക് തെറ്റില്ലാതെ മലയാളം എഴുതാനും നിങ്ങൾക്ക് വായിക്കാനും സാധിക്കും എന്ന് പറയുമ്പോൾ 50 പേരിൽ 1, 2, 3 പേര് എഴുന്നേറ്റാലായി. അതിന്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത്, ഞാൻ ഒരിക്കലും കുട്ടികളെ കുറ്റം പറയാറില്ല. നമ്മുടെ സിസ്റ്റം പലപ്പോഴും നമുക്ക് അടിമുടി മാറ്റേണ്ടതായി വരുന്നു. ചിലപ്പോൾ പഠന സമയത്തിന്റെ പ്രശ്നം കാരണം വലിയൊരു സിലബസ് ആയിരിക്കും ഈ കുട്ടികളുടെ മുമ്പിൽ കൊണ്ടെത്തിയിരിക്കുന്നത്. വളരെ ചെറിയൊരു സമയവും കിട്ടും. അതിനുള്ളിൽ പഠിപ്പിക്കാനുള്ള അധ്യാപകരുടെ ഒരു തിക്കും തിരക്കും, കുട്ടികളും പലതരത്തിലുള്ള പ്രാക്ടീസിനകത്തുകൊണ്ടാണ് ഈ കുഞ്ഞു കുട്ടികൾ ജീവിക്കുന്നത്. അതിനകത്തേക്ക് ഈ കുട്ടികൾ പ്രവേശിക്കാനുള്ള കാലതാമസവും ഒക്കെ തന്നെ ഈ പറയുന്ന ഭാഷയുടെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ള ശാസ്ത്ര വിഷയങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വലിയ മാറ്റം വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഏതാണ്? മലയാളമാണ്. രണ്ടാമത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് 4ാം ക്ലാസ് മുതലാണ് ഇംഗ്ലീഷ് പഠിച്ചിരുന്നത്. നമ്മൾ 1ാം ക്ലാസ് മുതൽ തന്നെ മലയാളം പഠിക്കുന്നു, 4ാം ക്ലാസ് മുതലാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്. അപ്പൊ എവിടെയോ നമ്മുടെ ബോധതലങ്ങളിൽ നമ്മൾ ഉറപ്പിക്കുന്ന ഒന്നുണ്ട്. കാരണം 4ാം ക്ലാസ് എത്തുമ്പോൾ മാത്രം പഠിക്കേണ്ട വിഷയമാണ് ഇംഗ്ലീഷ് എന്നതും അത് കുറച്ച് പ്രയാസമുള്ള വിഷയമാണ്. അതുകൊണ്ട് 4ാം ക്ലാസ് എത്തുമ്പോഴേ നിനക്കത് പഠിക്കുവാനുള്ള ത്രാണി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നീ അത് അന്നേരം പഠിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ബോധതലത്തിൽ തന്നെ ആരോ പറഞ്ഞു വെക്കുകയാണ് ഇതൊരു പ്രയാസമുള്ള ഭാഷയാണ്. അതേപോലെ തന്നെ മലയാളത്തിന്റെ കാര്യത്തിലാണ് ഇത് വളരെ എളുപ്പമുള്ള ഭാഷയാണ്. കാരണം നീ ജനിച്ചപ്പോൾ തൊട്ട് സംസാരിക്കുന്ന ഭാഷയല്ലേ. അതിൽ വളരെ ലാഘവത്തോട് ഉള്ള ഒരു പ്രാക്ടീസായി നമ്മൾ ഇതിന്റെ പ്രയോഗം എടുക്കുകയും ചെയ്യും. എങ്ങനെയെങ്കിലും പറയുക, എങ്ങനെയെങ്കിലും എഴുതുക എന്ന രീതിയിലേക്ക് ഭാഷ പ്രയോഗിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഭാഷയുടെ ഒരു ജൈവികത നമുക്ക് ഓരോരുത്തർക്കും, ഒരു വിദ്യാർത്ഥികളായിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും നഷ്ടമാകുന്നത്. അതിനെ അതിന്റെ ഗൗരവത്തോടുകൂടി സിസ്റ്റവും ഉൾക്കൊണ്ട് ക്ലാസ് മുറികളിൽ എത്തിക്കുമ്പോൾ മാത്രമേ എന്താണ് ഈ ഭാഷാ പഠന കാര്യത്തിലുള്ള ഗൗരവ തലത്തിലേക്ക് എത്തപ്പെടുത്തുള്ളൂ. അത് കുട്ടികളുടെ കുറ്റമല്ല, നമ്മുടെ സിസ്റ്റം ആകെപ്പാടെ ഇവിടെ യഥാർത്ഥത്തിൽ മാറേണ്ടതുണ്ട്. അടുത്ത ലക്ഷ്മി ചോദിക്കുന്നത്, പഠനത്തിൽ മാതൃഭാഷയ്ക്ക് മേലുള്ള ആംഗല ഭാഷയുടെ കടന്നുകയറ്റം കുട്ടികളുടെ അവകാശ നിഷേധമല്ലേ? യഥാർത്ഥത്തിൽ ഇന്ന് നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട്. ഏത് ഭാഷയിലൂടെ പഠിക്കണം, ഏത് വിഷയം പഠിക്കണം എന്നുള്ള ഒരു തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. ഇപ്പൊ പ്രത്യേകിച്ച് നിങ്ങൾ കഴിഞ്ഞു, ഈ വർഷം മുതൽ 4 ഇയർ കോഴ്സാണ് കോളേജുകളിലൊക്കെ ഉള്ളത് അല്ലേ? അപ്പം ഇവിടെ ഒരു തിരഞ്ഞെടുപ്പ് കുട്ടി തന്നെ നടത്തേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ഈ തിരഞ്ഞെടുപ്പ് നമുക്ക് സ്വയം സാധ്യമാകുന്നില്ല എന്നുള്ള വലിയൊരു അപകടം നിലനിൽക്കുന്നുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് നമുക്ക് ചുറ്റുമുള്ളവരാണ്. ഇതിനെക്കുറിച്ച് ബോധം നമുക്കുണ്ടായി വരുമ്പോഴേക്ക് നമ്മുടെ കയ്യിൽ നിന്നെല്ലാം വഴുതി പോവുകയും ചെയ്യും അല്ലെ? ആംഗല ഭാഷ മുമ്പ് ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു ഭാഷയും മോശമല്ല. ആംഗല ഭാഷ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ മാതൃഭാഷയും അതായത് നമ്മുടെ മലയാളത്തെയും ഒപ്പം കൂട്ടുവാൻ നമുക്ക് കഴിയണം. അത് സ്വയമുള്ള ഒരു ആർജിതത്തിലൂടെ നമുക്ക് സാധ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. സെൽഫ് ലേണിംഗ് എന്ന ഏറ്റവും
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതിനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് ധാരാളമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സുകൾ ചെയ്യാനും ഒരേ സമയത്ത് മറ്റ് കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള സാധ്യതകളൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അപ്പം ഇംഗ്ലീഷ് മലയാളം എന്നൊരു വേർതിരിവ് നമ്മൾ മാറ്റി നിർത്തി നമുക്ക് അറിവ് ഏതൊക്കെ ഭാഷയിലൂടെ ശേഖരിക്കുവാൻ കഴിയുന്നുവോ ആ ഭാഷയിലൂടെ എല്ലാം നമ്മൾ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മലയാള ഭാഷയോടുള്ള കൂടുതൽ സ്നേഹവും ബഹുമാനവും ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഇംഗ്ലീഷ് ഭാഷയോടുള്ള ഒരു അകൽച്ചയും ദേഷ്യവും ഒക്കെ സ്വാഭാവികമായി നമ്മുടെ ഓരോരുത്തരുടെയും, അതായത് മലയാളം ഐച്ഛികമായി എടുത്തിട്ടുള്ള കുട്ടികൾക്കൊക്കെ തോന്നാറുണ്ട്. അത് സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിലപ്പുറം നമ്മൾ അതിനെക്കുറിച്ച് അത് നമ്മളെ ഭരിക്കുന്നു അല്ലെങ്കിൽ അത് മുകളിൽ നിൽക്കുന്നു എന്ന ഒരു ചിന്തയൊന്നും വേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാം, പറഞ്ഞു. എന്റെ പേര് സോജി എന്നാണ്. KUCT-യിലെ തന്നെ ഒരു വിദ്യാർത്ഥിയാണ്. പുതുതലമുറയ്ക്ക് ഇപ്പോൾ മാതൃഭാഷയോടുള്ള അടുപ്പം കുറഞ്ഞു വരുന്നതായി കാണുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ മംഗ്ലീഷ് ഉപയോഗം വലിയ തോതിൽ കൂടുകയും ഭാഷയുടെ സ്വാഭാവികത നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇത് മാതൃഭാഷ എന്ന് നാം കരുതുന്ന തരത്തിൽ ഭാഷയ്ക്ക് വെല്ലുവിളിയായി മാറുന്നുണ്ടോ? മാമിന്റെ അഭിപ്രായം ഒന്ന് പറയോ? ഒരു യഥാർത്ഥത്തിലൊരു മലയാളം ഉണ്ട് അല്ലെ, ഒരു ശരിയായ മലയാളം ഉണ്ട്. ആ മലയാളം അപ്പുറത്ത് മാറി നിൽപ്പുണ്ട്. അതിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ സോജി പറഞ്ഞ പോലെ തന്നെ ഒരു മംഗ്ലീഷ് നിലനിൽക്കുന്നത്. അത് ഭാഷയുടെ ഒരു സാധ്യതയാണ് മോളെ. കാരണം നമ്മുടെ ഭാഷയെ എനിക്ക് തോന്നുന്നു ആദ്യകാലങ്ങളിലൊന്നും, ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, ലിപി പരിഷ്കരണം ഒക്കെ വന്ന സമയത്ത് തന്നെ പല അക്ഷരങ്ങളെയും നമുക്ക് യൂണിക്കോഡിനുള്ളിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അത് ഭാഷയുടെ ശേഷിക്കുറവല്ല, അതിനുള്ള പ്രവർത്തനങ്ങൾ ധാരാളം ഇത് നടക്കുന്നുണ്ട്. കാരണം നമ്മുടെ മാതൃഭാഷയുടെ ഒരു ശക്തിയാണ് അത്തരത്തിൽ നമ്മുടെ ഭാഷയെ ഉപയോഗിക്കാൻ സാധ്യമാകുന്നു. അങ്ങനെയും നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഭാഷയ്ക്കകത്തുണ്ട് എന്നുള്ളതാണ്, ഭാഷയുടെ ശക്തി തന്നെയാണ്. പക്ഷെ സോജി പറഞ്ഞ പോലെ തന്നെ ഒരു യഥാർത്ഥ മലയാളമുണ്ട്. എല്ലാത്തിനും ഒരു ശരിയുണ്ടല്ലോ, ഒരു യാഥാർത്ഥ്യമുണ്ടല്ലോ എല്ലാ കാര്യങ്ങൾക്കും. ആ യാഥാർത്ഥ്യമായും നമ്മുടെ ഭാഷ ഇപ്പുറത്ത് നിൽപ്പുണ്ട്. പക്ഷെ അതിനെ മറ്റൊരു രീതിയിൽ പ്രയോഗിക്കുക മാത്രമാണ്. ഭാഷയുടെ ഒരു അനന്ത സാധ്യതയാണത്. ആ രീതിയിൽ മാത്രം നമ്മൾ അതിനെ കണ്ടാൽ മതി. അതുകൊണ്ട് മലയാള ഭാഷയ്ക്ക് യാതൊന്നും സംഭവിക്കുന്നില്ല. താങ്ക് യു മാം. ടീച്ചർ, എൻ്റെ പേര് ശില്പ. ഞാൻ KUCT കുന്നത്ത് തന്നെ വിദ്യാർത്ഥിനിയാണ്. ടീച്ചർ, എൻ്റെ ചോദ്യം, വൈകാരികമായിട്ടുള്ള മുഹൂർത്തങ്ങളെ പ്രതിഫലിപ്പിക്കാൻ ഭാഷ എത്രത്തോളം എഴുത്തിൽ സഹായകരമാകാറുണ്ട്? ടീച്ചറിന്റെ അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ? ഏറ്റവും അധികം വൈകാരിക മുഹൂർത്തങ്ങളെ റെപ്രസെന്റ് ചെയ്യാൻ മാതൃഭാഷയ്ക്കുള്ളത് മറ്റൊന്നിനും സാധ്യമാവില്ല. നിങ്ങളോട് ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്ന് പറയും ഐ ലവ് യു എന്ന് പറയും അല്ലേ. അതിനപ്പുറത്തേക്ക് നിങ്ങളൊന്ന് പറഞ്ഞു, തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ മാതൃഭാഷയോടൊന്ന് പറഞ്ഞേ, നിങ്ങളുടെ ഇമോഷൻസ് മുഴുവൻ ആ മാതൃഭാഷയിലോട് അയാളോടുള്ള സ്നേഹം കാണിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവും. അല്ലെങ്കിൽ വെറുതെ ഐ ലവ് യു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് അതിനകത്ത് കാണില്ല. നിങ്ങൾ സാങ്കേതികമായി ടെക്നിക്കലായി ഒന്ന് പറഞ്ഞു പോവുകയാണ്. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്കൊന്ന് തട്ടി വീണു, നമ്മൾ ഓടി എന്താ പറയാ, അയ്യോ അമ്മേ എന്നല്ലേ പറയുക. ആ വേദന മുഴുവൻ അമ്മേ എന്നുള്ള വിളിയിലുണ്ട്. അല്ലെങ്കിൽ ഓ മൈ ഗോഡ് എന്നല്ല നമ്മൾ പറയുക അല്ലേ. അമ്മേ എന്നുള്ള എൻ്റെ വേദനയുടെ ആ ഒരു ഡെൻസിറ്റി മുഴുവൻ എൻ്റെ അമ്മ എന്നുള്ള വിളിയിലുണ്ട്. അപ്പം നമുക്ക് ഈ വൈകാരികതയെ കൂട്ടുപിടിച്ചല്ല, എൻ്റെ വൈകാരികത അതേപടി എനിക്ക് നിങ്ങളിലേക്ക് അഭിനയിലേക്ക് എത്തിക്കാൻ എൻ്റെ മാതൃഭാഷയിലൂടെ പറ്റത്തുള്ളൂ. വേറൊരു ഭാഷയിലൂടെയും പറ്റില്ല കുഞ്ഞുങ്ങളെ, അല്ലെ? ശരിയല്ലേ? മുമ്പ് ഞാൻ പറഞ്ഞ പോലെ സ്വപ്നം കാണുന്നത് ഏത് ഭാഷയില്ല. അവിടെ ഞാൻ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ സ്വപ്നം കാണുന്നത് അല്ലേ. ഞാൻ വളരെ ലൂസാണ് ആ സമയത്ത്. സ്വപ്നം ഞാൻ കാണുന്നത് മുഴുവൻ മലയാളത്തിലാണ് അല്ലേ. എന്റെ വൈകാരികതയെ അതിന്റെ ഏറ്റവും എക്സ്ട്രീമിറ്റിയിൽ നിൽക്കുന്നതാണ് സ്വപ്നവുമായിട്ട് പുറത്തു വരുന്നതെന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്. അവിടെ ഞാൻ മലയാളത്തിലാണ് ഞാനും എന്റെ കഥാപാത്രങ്ങളും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ഏതെങ്കിലും ഭാഷയിൽ സ്വപ്നം കാണുന്നവരുണ്ടോ ഈ കൂട്ടത്തില്? നമസ്കാരം ടീച്ചറെ, ജോബാണ്. പറയൂ ടീച്ചറെ. എന്റെ ചോദ്യമായിട്ടല്ല, ഇപ്പൊ നമ്മൾ മലയാള ഭാഷയെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ അധികാര കേന്ദ്രങ്ങളിലൊക്കെ എഴുതുന്ന ഭാഷ, ഉദാഹരണം ഈ സെക്രട്ടേറിയറ്റ് പോലെയുള്ള ഭാഷകൾ, അല്ലെങ്കിൽ കോടതി വ്യവഹാരങ്ങൾ എഴുതപ്പെടുന്ന ഭാഷകൾ സാധാരണഗതിയിൽ ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്നതിനേക്കാൾ അപ്പുറം
കുറച്ചുകൂടെ പഠിപ്പുള്ള അല്ലെങ്കിൽ മലയാളത്തെ കൂടുതൽ അറിയുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഇതൊക്കെ എഴുതുന്നത്. അപ്പൊ ഈ ഭാഷയുടെ ഇത്രയും കട്ടിയായിട്ടുള്ള പറച്ചില് അതുകൊണ്ടൊക്കെ ഭാഷയെ കൂടുതലായിട്ട് ആളുകൾ ഇഷ്ടപ്പെടാൻ മലയാള ഭാഷയോടുള്ള ഒരു വിമുഖത ഉണ്ടാകുന്നത്. അത് സ്വാഭാവികഗതിയിൽ സാധാരണ ഇപ്പോൾ ഇംഗ്ലീഷ് വാക്കുകൾ അതേപടി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് മലയാള ഭാഷയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലേ എന്നുള്ളൊരു ജനറലായിട്ടുള്ളൊരു ജോബ് ചോദിച്ച ഒരു ചോദ്യം കൃത്യമാണ്. നമ്മൾ കോടതി ഭാഷയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഈ കോടതിയിൽ ഈ ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിലാക്കി കിട്ടുന്നതിനെ കുറിച്ച് നിങ്ങളോട് ഞാൻ സൂചിപ്പിച്ചു. ഈ കോടതി വ്യവഹാര ഭാഷ മലയാളമാക്കുകയാണെങ്കിൽ പലപ്പോഴും ഈ കോടതി ഭാഷ ഒരു സാധാരണക്കാരൻ ഒരു കേസുമായി ബന്ധപ്പെട്ട് അവിടെ ചെല്ലുമ്പോൾ ഇയാൾക്ക് ഈ മലയാളം മനസ്സിലാകണമെന്നില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കും ഇതിനേക്കാൾ ഭേദം ഇംഗ്ലീഷ് ആയിരുന്നു എന്ന് ചിന്തിക്കും. അതേപോലെയാണ് ഈ പറയുന്ന അധികാര മേഖലകളിൽ പലപ്പോഴും പല ഓർഡറുകളും മലയാളത്തിൽ എത്തുമ്പോൾ നമുക്കത് മനസ്സിലാകാതെ പോവുകയും ഇംഗ്ലീഷിന്റെ കോപ്പി തന്നെ നമ്മൾ സ്വീകരിക്കാൻ ഇടയാകുന്നത്. ഇത് ഭാഷയുടെ ഒരു വലിയൊരു പരിഷ്കരണം ഈ ഭാഗത്ത് നടക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ കുട്ടികൾ തന്നെ പ്രേക്ഷകൻ സ്വീകർത്താവ് എന്നൊക്കെ പറയുമ്പോൾ മിസ് ഇതിനേക്കാളും ഭേദം ഫ്രം ടു അല്ലേ എന്നോട് ചോദിക്കാറുണ്ട്. കാരണം ഭാഷയുടെ കുറച്ചും കൂടി ഒരു പരിഷ്കരണം ഈ അധികാര തലങ്ങളിലും കോടതലങ്ങളും ഭാഷയ്ക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാരണം സാധാരണക്കാരന് മനസ്സിലാകുന്ന തരത്തില് ഈ നമ്മൾ പറഞ്ഞത് പ്യുവർ മലയാളമായി തീരുമ്പോഴാണ് ഈ പിശകുകൾ അല്ലെങ്കിൽ ഈ മനസ്സിലാകായ്മ ഭാഷയ്ക്കകത്ത് സംഭവിക്കുന്നത്. നിങ്ങൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷോ അല്ലെങ്കിൽ മറ്റു ഭാഷാ പദങ്ങളെയോ ഇതിനകത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഇല്ലാതായി തീരാനുള്ള സാധ്യത കാണുന്നുണ്ട്. നമ്മൾ ആ രീതിയിൽ അതിനെ സ്വീകരിക്കുമ്പോൾ ഈ മനസ്സിലാകായ്മ അവിടെ റദ്ദ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എപ്പോഴും ഭാഷയെ അതിന്റെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു രൂപത്തിനകത്ത് പ്രയോഗിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത്. അവിടെ ഭാഷ എന്താണ് വിപ്ലവം ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഈ ഭാഷാ വിപ്ലവം കൊണ്ടുവരുമ്പോഴാണ് ഈ പറയുന്ന എന്താണ് നമുക്ക് മനസ്സിലാകാതെ പോകുന്നത്. പ്രേക്ഷകൻ സ്വീകർത്താവ് എന്ന് പറഞ്ഞിട്ട് ഫ്രം എന്നും ടു എന്നും എഴുതിയാൽ തീരാവുന്ന വിഷയം ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അപ്പൊ എനിക്കത് മനസ്സിലാവും. പക്ഷെ പ്രേക്ഷകൻ സ്വീകർത്താവ് എന്ന് പറയുമ്പോൾ എനിക്കത് മനസ്സിലാകാതെ പോവുകയും ചെയ്യും. അത്തരത്തിലുള്ള പഠനങ്ങളും ചിന്തകളും ഒക്കെ ഈ ഭാഷാ പ്രയോഗത്തിനകത്ത് നടക്കേണ്ടിയിരിക്കുന്ന ഒന്നാണ്. ശരിക്കും ഭാഷയുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥ മാറാൻ നമ്മൾ തന്നെ ശ്രമിക്കണം. കാരണം യഥാർത്ഥത്തിൽ ഭാഷയുടെ നിലനിൽപ്പ് ഇപ്പം നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലാണ് അല്ലേ. ഈ ഭാഷ എങ്ങനെ ചലിക്കണമെന്നും നാളത്തെ മലയാളം എന്തായിരിക്കണമെന്നും ഒക്കെ തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പൊ നമ്മുടെ പ്രയോഗങ്ങളിലൂടെയാണ് ഭാഷ നാളത്തെ ഭാഷയായി മാറുന്നത്. നിങ്ങൾക്കറിയാമല്ലോ പല അക്ഷരങ്ങളും നിങ്ങൾ അധ്യാപകൻ ഒക്കെ എഴുതുന്ന അക്ഷരങ്ങളൊക്കെ മാറി. ഒരു യഥാർത്ഥത്തിൽ ഒരു അക്ഷരം അവിടെയുണ്ട്, അതൊക്കെ മാറി. കാരണം പ്രയോഗത്തിലൂടെയാണ് ഭാഷ നിൽക്കുന്നത്, ഉച്ചാരണത്തിലൂടെയാണ് ഭാഷ നിലനിൽക്കുന്നത്. കാരണം ഞാനാണ് ഭാഷ ജീവിക്കണോ അല്ലെങ്കിൽ ഭാഷ മരിക്കണോ എന്നൊക്കെ നമ്മൾ ഓരോരുത്തരുമാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഭാഷ മാറണമെങ്കിൽ എങ്ങനെ മാറണമെന്നും നാളെ അത് എങ്ങനെയായിരിക്കണമെന്നും ഒക്കെ എന്താണ് ഡിസൈൻ ചെയ്ത് ഞാനും നിങ്ങളും ഓരോരുത്തർ തന്നെയാണ്. അതാണ് ഭാഷയുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഭാഷയ്ക്ക് ഒരു യഥാർത്ഥ രൂപം ഇല്ല ഒരിക്കലും. ഭാഷ എന്താണ് ചരിത്രങ്ങൾ പേറിക്കൊണ്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഓരോ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്ന പോലെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെയാണ് ഭാഷയും നിരന്തരമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഷയാണ്. ആണ് നമ്മുടെ ഓരോ ഭാഷകളും. നമസ്കാരം ടീച്ചർ. എന്റെ പേര് സീന എന്നായിരുന്നു. ടീച്ചർ മുമ്പേ ചോദിച്ച അതേ പോലൊരു ചോദ്യം തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. ഈ സ്കൂളുകളിൽ ഈ മലയാളം ഭാഷ പഠിപ്പിക്കുമ്പം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തന്നെ അതിന്റെ അർത്ഥം ഇംഗ്ലീഷ് പോലുള്ള എല്ലായിടത്തും ഇല്ല, നമ്മൾ പഠിച്ചു വന്ന സ്കൂളുകളിലാണ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അവരത് ഇംഗ്ലീഷ് ഉപയോഗിച്ചൊക്കെ പറയാനൊക്കെ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നാളത്തെ മലയാളം എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അതിന് അധ്യാപകർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഈ ഒരു പ്രവണതയെ ടീച്ചർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഭാഷയുടെ വളർച്ചയ്ക്ക് അത് സഹായിക്കുന്നുണ്ടോ? മുമ്പെയോ ആരോട് പറഞ്ഞ പോലെ മംഗ്ലീഷിന്റെ പ്രയോഗം പറഞ്ഞല്ലേ. ഭാഷ എന്ന് പറയുന്നത് നിരന്തരമായി പദങ്ങളെ സ്വീകരിച്ചും കൊടുത്തും കൊണ്ട് ജീവിക്കുന്ന ഒന്നാണ്. ചിലപ്പോൾ ടീച്ചർ നിങ്ങളൊരു മലയാള പദത്തിന്റെ അർത്ഥം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അർത്ഥം മനസ്സിലാകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺവേ ആകുന്നത് ആ ഇംഗ്ലീഷ് പദത്തിലൂടെ ആയിരിക്കും.
അതുകൊണ്ടായിരിക്കും അധ്യാപിക ഇംഗ്ലീഷ് പദം പറഞ്ഞു തന്നത്. നാളെ ചിലപ്പോൾ ആ ഇംഗ്ലീഷ് പദം ഒരു മലയാള പദമാകാനുള്ള സാധ്യതയുമുണ്ട്. അല്ലെ, ഭാഷയുടെ സ്വഭാവം അങ്ങനെയാണ്. കാരണം അത് എന്താണ്, നിരന്തരമായി പദങ്ങളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉദാഹരണമായി പറയുകയാണെങ്കിൽ എന്താ, നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ ക്യാമ്പസുകളിൽ നിരന്തരം ഉപയോഗിക്കുന്ന ഓരോ കാലത്തും ട്രെൻഡിങ് ആയി വരുന്ന ധാരാളം പദങ്ങളുണ്ട് അല്ലെ. ഞാൻ എന്തെങ്കിലും എന്റെ കുട്ടികളോട് പറയുമ്പോൾ അവർ പറയും മിസ്റ്റർ സെറ്റ് ആക്കാം എന്ന് പറയും. ആദ്യമൊന്നും എനിക്കും മനസ്സിലായില്ല ആദ്യ കാലങ്ങളിലൊക്കെ. കുറച്ച് കഴിഞ്ഞാൽ ഇവരെന്ത് പറഞ്ഞാലും എന്താണ് സെറ്റാക്കാം എന്നോട് പറയും. അത് അവരുടെ ഭാഷാ പ്രയോഗ രീതിയായി മാറി. അതവര് മലയാളം പോലെ ഒരു മലയാള പദമായി തന്നെ അവരത് പ്രയോഗിക്കുകയാണ് അല്ലെ. ആ ഭാഷയുടെ ഒരു സ്വഭാവമാണത്. എന്തിനേയും സ്വീകരിക്കും, അങ്ങോട്ടും കൊടുക്കും ഇങ്ങോട്ടും സ്വീകരിക്കുകയും ചെയ്യും. അപ്പൊ നമ്മള് ജീവനുള്ള ഭാഷയുടെ സ്വഭാവമാണത്. നമ്മൾ അതിനെ എന്താണ് അത്തരത്തിൽ അത് വേണ്ടാത്ത ഒരു കാര്യമാണെന്ന് ചിന്തിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇംഗ്ലീഷ് പദങ്ങൾ അല്ലെങ്കിൽ അറബി പദങ്ങൾ, സംസ്കൃത പദങ്ങൾ, അതായത് സംസ്കൃത പദങ്ങൾ മുമ്പ് ഞാൻ സൂചിപ്പിച്ച പോലെ പിതാവെന്നും ഭവനമെന്നും മുഖമെന്നും ഒക്കെ നിങ്ങൾക്ക് മലയാളം പോലെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമെങ്കിൽ ഒരു ഇംഗ്ലീഷ് പദത്തെ നിങ്ങൾക്ക് അതേപോലെ സ്വീകരിക്കാൻ എന്താണ് നിങ്ങൾ വൈമുഖ്യം കാണിക്കുന്നത് അല്ലെ. ഭാഷയുടെ ഒരു വികാസമല്ലേ മക്കളെ അത്. എന്തിനേയും അതേപടി സ്വീകരിക്കാൻ, ഏത് ഭാഷയെയും നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ, ഭാഷാ പദങ്ങളെ അഡാപ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയുടെ ഫ്ലെക്സിബിലിറ്റി തന്നെയാണ്. അതുകൊണ്ട് യഥാർത്ഥ ഒരു മലയാളം നശിക്കുന്നൊന്നുമില്ല. ആ ഭാഷ അതേപടി അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് വികസിച്ചു വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഞാനെന്ന് പറയുന്ന വ്യക്തി ഏതൊക്കെ രാജ്യങ്ങളിലെ അല്ലെങ്കിൽ ഏതൊക്കെ ഇടങ്ങളിലെ ഏതൊക്കെ അറിവുകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഞാനെന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും നിലനിൽക്കുന്നത്, അതേപോലെയാണ് ഭാഷ. പല ഭാഷകൾ ചേർന്നാണ് മലയാളം രൂപപ്പെടുന്നത്. അത് നമുക്ക് സംസ്കൃതത്തിനോട് നമുക്ക് അയിത്തമില്ല, തമിഴിനോട് നമുക്ക് അയിത്തമില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷിനോടും പോർച്ചുഗീസിനോടും നമുക്ക് അയിത്തം വേണമെന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? എല്ലാ ഭാഷകളും ആശയവിനിമയത്തിനും അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മളെ രൂപപ്പെടുത്താനുമാണ് എല്ലാ ഭാഷകളും നിലനിൽക്കുന്നത്. ഒരു വ്യക്തിയെ പൂർണ്ണമാക്കുന്ന ഭാഷയാണ് അത്. ഇംഗ്ലീഷ് ആയാലും മലയാളമായാലും സംസ്കൃതമായാലും പോർച്ചുഗീസ് ആയാലും ഏത് ഭാഷയാണെങ്കിലും അവിടെ നമുക്ക് ഇന്നത് എനിക്ക് വേണം ഇന്നത് എനിക്ക് വേണ്ട എന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ ടീച്ചർ, അപ്പൊ ബി.എഡിന് പഠിക്കുന്ന മലയാള അധ്യാപക വിദ്യാർത്ഥികള് പരിശീലനം നടത്തുന്നത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്നാണോ ടീച്ചറിന്റെ അഭിപ്രായം? എനിക്ക് തോന്നുന്നത്, ഞാനും ഒരു മലയാളം അധ്യാപിക ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമുക്ക് വിദ്യാഭ്യാസം മനഃശാസ്ത്രമൊക്കെ പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നമ്മൾക്ക് എനിക്ക് വ്യക്തിപരമായി എളുപ്പം തോന്നുന്നത് ഇംഗ്ലീഷ് പഠിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ മലയാളത്തെ തള്ളി പറയുന്നില്ല. എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ, എനിക്ക് കൂടുതലായിട്ട് ആശയത്തെ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഭാഷ എന്ന നിലയിൽ ഞാൻ ആ സമയത്ത് ഇംഗ്ലീഷ് ഭാഷയുടെ കൈ പിടിച്ചു എന്നേ ഉള്ളൂ. അല്ല, ഇംഗ്ലീഷ് ഭാഷയെ സ്വീകരിച്ചു എന്നല്ല, എനിക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇടത്തിലേക്ക് ഞാൻ മാറുകയും എന്താണ് അവിടുന്ന് എന്റെ മലയാളത്തെ ഞാൻ തള്ളി പറയുകയും ചെയ്തതുമില്ല. ആ ഒരു ബുദ്ധി അല്ലെങ്കിൽ ആ ഒരു ബൗദ്ധിക നിലവാരമാണ് നമ്മളവിടെ പ്രയോഗിക്കേണ്ടത്. അല്ലാതെ എനിക്ക് മലയാള ഭാഷയോട് എനിക്ക് അമിതമായ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ അതിനെ മാറ്റി നിർത്തുകയല്ല. യഥാർത്ഥത്തിൽ ഭാഷയെ നമ്മൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്രകാരമാണ്. അത് മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ വിപ്ലവകാരികളായി ഭാഷയുടെ കാര്യത്തിൽ മാറേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി ടീച്ചർ, വളരെ സന്തോഷം. മാം, ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യനോടുണ്ട്. ലക്ഷ്മി ജി എസ് ചോദിച്ചേക്കുന്നത്, മാതൃഭാഷയുടെ ഇപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥ മാറാൻ എത്രമാത്രം സാധ്യത എന്ന കാര്യത്തിൽ ടീച്ചറിന്റെ അഭിപ്രായം പറയാമോ? അതിന് മുമ്പ് ഞാൻ അതിൻ്റെ കൂടെ നമ്മളെ ഉത്തരം പറഞ്ഞത്. കാരണം ഭാഷ എന്ന് പറയുന്നത് നിരന്തരമായി നമ്മൾ മാറ്റുന്ന ഒന്നാണ്, അല്ലാതെ വേറെ ആരും പുറത്തുനിന്ന് മാറ്റുന്ന ഒന്നല്ല. ഭാഷ എങ്ങനെ മാറണമെന്ന് ഭാഷയെ മോൾഡ് ചെയ്തെടുക്കുന്നത് നമ്മളാണ്. നമ്മൾ തീരുമാനിക്കുക ഭാഷയെ എങ്ങനെ പ്രയോഗിക്കണം. പ്രത്യേകിച്ച് നാളെ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ മുമ്പിൽ വരുന്ന കുട്ടികളെ നിങ്ങൾ എങ്ങനെ പഠിപ്പിക്കും, നിങ്ങളുടെ മാതൃഭാഷയെ നിങ്ങൾ എങ്ങനെ അവരുടെ മുൻപിലേക്ക് അവതരിപ്പിക്കും. അത് നിങ്ങളുടെ ഒരു വലിയൊരു ബാധ്യത അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി അത് അവിടെ നിൽക്കുകയാണ്. നമ്മൾ തീരുമാനിക്കും നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടിയെ എങ്ങനെ വേണം നമ്മുടെ ഭാഷ പഠിപ്പിക്കാൻ. നമ്മുടെ ഓരോരുത്തരുടെയും ചോയ്സ് ആയിട്ട് ഇങ്ങനെ മുൻപിൽ നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ എനിക്ക് പറയാനുള്ളത്,
അക്ഷരത്തെറ്റില്ലാതെ എഴുതാനും ഉച്ചാരണ പിശകില്ലാതെ സംസാരിക്കുകയും ചെയ്യുന്ന കുട്ടികളെ വാർത്തെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഞങ്ങളുടെയൊക്കെ മുമ്പിൽ വരുന്ന കുട്ടികളോട് പറയാറുണ്ട്, ഡിഗ്രി തലത്തിൽ വന്നെത്തിയാൽ ഇവരെ എങ്ങനെ നമ്മൾ മലയാളം പഠിപ്പിക്കും? ശരിക്കും നമ്മൾ സ്കൂൾ തലങ്ങളിൽ നമ്മുടെ മാതൃഭാഷയുടെ കാര്യത്തിൽ വലിയൊരു ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. കാരണം നമ്മുടെ മാതൃഭാഷ നമ്മൾ വ്യക്തമായി എഴുതാനും പറയാനും നമുക്ക് സാധിച്ചില്ല എങ്കിൽ അതൊരു വലിയൊരു ദുരഭിമാനമാണ്. പക്ഷെ നമ്മൾ മലയാളികൾ പലപ്പോഴും അഭിമാനമായിട്ടാണ് കരുതുന്നത്. മലയാളം അറിയില്ല എന്ന് എൻ്റെ കുട്ടിക്ക് എന്ന് വീരസാഹസികമായി പറയുന്ന മാതാപിതാക്കളെ എനിക്കറിയാം. പക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ തന്നെ ഭാഷയുടെ കാര്യത്തിൽ വലിയ മാറ്റം ഉണ്ടാകണം. അത് അധ്യാപകരായ നമ്മൾക്കും അതുണ്ട്. നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടികളെ മര്യാദയ്ക്ക് എഴുതാനും അവരെ ഉച്ചരിപ്പിക്കാനും ഒക്കെ നമുക്ക് ഉള്ള വലിയൊരു റെസ്പോൺസിബിലിറ്റി എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ മാം, താങ്ക് യു. ഇനി ആരും ചോദ്യങ്ങൾ ചോദിക്കാനില്ല എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി പരിപാടിക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ അഭിജിത്ത് തേക്കുട്ടിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് സാഹിത്യോത്സവം 51ന്റെ ഭാഗമായി ഇവിടെ എത്തിയ, നമുക്ക് ഗസ്റ്റായി ഇവിടെ എത്തിയ അധ്യാപികയും എഴുത്തുകാരിയുമായ മാഡം ഡോക്ടർ സുധാ മേരി തോമസിനോടുള്ള എല്ലാ തരത്തിലുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മാഡം മലയാളം പഠിക്കാതെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഈ ഭാഷ എനിക്ക് അത്ര ഇഷ്ടമാണ്. പലപ്പോഴും ചില മലയാളം ന്യൂസ് റിപ്പോർട്ട്സ് ഒക്കെ കേൾക്കുമ്പോൾ കൊതി തോന്നാറുണ്ട്. പക്ഷെ പഠിച്ചത് മുഴുവൻ ഹെട്രോജിനസ് ലിംഗ്വൽ കമ്മ്യൂണിറ്റിയിലായതുകൊണ്ട് മലയാളം ഭാഷ പഠിക്കാൻ ഇന്നേ വരെ സാധിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഭാഷ, ആൻഡ് ഐ റെസ്പെക്ട് ദിസ് ലാംഗ്വേജ് എ ലോട്ട്. പിന്നെ എല്ലാ ഭാഷകളെയും ബഹുമാനിക്കുക തന്നെ നമ്മൾ വേണം. നമ്മൾ ഇന്ന് ലൈവ് AI ട്രാൻസ്ലേറ്റേഴ്സ് ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സ്വന്തം മാതൃഭാഷയിൽ തന്നെ ക്ലാസ് റൂം ഇന്ററാക്ഷൻസ് നടത്തണമെന്ന സംവിധാനം കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പം പുതിയ വിദ്യാഭ്യാസ നയം NEP 2020. പിന്നെ ടീച്ചർ പറഞ്ഞതുപോലെ ബന്ധങ്ങളിലൂടെ ഒന്നായി നീങ്ങുന്ന മനുഷ്യരാണ് നമ്മൾ. നമ്മളിലെ നിലനിർത്തുന്ന മാധ്യമമാണ് നമ്മുടെ ഭാഷ. മാതൃഭാഷയുടെ ആന്തരിക അർത്ഥത്തെ പറ്റി വ്യക്തമാക്കാനും ടീച്ചറിനെ കൊണ്ട് സാധിച്ചു. ആൻഡ് മാതൃഭാഷ ലോകത്തെ തെളിച്ചു കൊണ്ടുപോകുന്ന ഒന്നാണെന്നുള്ള ഒരു സങ്കല്പം ഞങ്ങളുടെ എല്ലാവർക്കും ആ ഒരു ബോധം കൊണ്ടുവന്നു. പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ധാരാളം ഉദാഹരണങ്ങളോട് കൂടി ടീച്ചർക്ക് അതെല്ലാം ടീച്ചർ മനസ്സിൽ കരുതിയ ഓരോ പോയിന്റുകളും ഞങ്ങളുടെ മനസ്സിലേക്ക് വ്യക്തമാക്കാൻ ടീച്ചറിന് സാധിച്ചു. ഇതിനോടൊപ്പം ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്, നമ്മൾ എല്ലാവരും കണ്ടു പഠിക്കേണ്ടതാണ് ഈ തമിഴ് മക്കൾക്ക് അവരുടെ ഭാഷയോടുള്ള സ്നേഹവും മതിപ്പും. നമുക്ക് ഒരാൾക്ക് പോലും ഒരു തമിഴ് വ്യക്തിയോട് നമുക്ക് ഒരിക്കലും അവരുടെ ഭാഷയെ പറ്റി താഴ്ത്തി പറയാൻ ഒരിക്കലും സാധിക്കില്ല. അത് തമിഴ് സംസാരിക്കാൻ അല്ലെങ്കിൽ തമിഴ് അറിയുന്ന ആരോടും അങ്ങനെയാണ്. കാരണം അവരുടെ ഭാഷയെ അത്രമാത്രം ബഹുമാനിക്കുന്നുണ്ട്, അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, അത്രമാത്രം മതിപ്പ് അവർക്ക് ആ ഭാഷയോടുണ്ട്. ഒരിക്കലും ഈ തമിഴ് ആളുകൾ ഇനി കേരളത്തിൽ വന്നാൽ പോലും അവരോട് നമുക്ക് ഒരിക്കലും അവരുടെ ഭാഷയെ താഴ്ത്തി പറയാനോ കുറ്റപ്പെടുത്താനോ ഒന്നും സാധിക്കില്ല. അത്രമാത്രം അവർ കൊണ്ടു നടക്കുന്ന ഒരു ഭാഷയാണ് അവരുടെ ഭാഷ. സോ ടീച്ചറിന് ഒരുപാട് ഭംഗിയായിട്ട് ഞങ്ങളോട് ഈ കാര്യങ്ങൾ, ഭാഷയുടെ ജൈവികതയെ പറ്റിയുള്ള ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ടീച്ചർ ഞങ്ങളോട് ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിക്കുവാൻ സാധിച്ചു. ഞങ്ങൾ ഈ ക്ഷണം സ്വീകരിച്ചെത്തിയതിന് മാഡം ഡോക്ടർ സുധാ മേരി തോമസ് ഒരുപാട് നന്ദി കോളേജിന്റെ ഭാഗത്തു നിന്നും ഈ പരിപാടിയുടെ കോർഡിനേറ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഞാൻ ടീച്ചറിനോട് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒപ്പം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഈ പ്രോഗ്രാമിന്റെ കൺവീനറായ ഡോക്ടർ എസ് രശ്മി ടീച്ചർ, നമ്മുടെ KUCT കുന്നത്തിന്റെ പ്രിൻസിപ്പൽ കൂടിയായ ഡോക്ടർ എസ് രശ്മി ടീച്ചറുള്ള നന്ദി ഞാൻ ഇതോട് രേഖപ്പെടുത്തുന്നു. And also I'd like to thank all the student members, the teachers, the faculty members, the non-faculty members, and the supporting team of this KFL 2024 Sahityotsvam 51 for having been contributed this event very beautifully and successfully till now, and wishing the team KFL 2024 the best for the upcoming events. And once again, thank you teacher, thank you Madam Dr. Sudha Murthy Thomas for having been with us. Thank you so much. Thank you. പരിപാടി അവസാനിപ്പിച്ചിരിക്കുന്നു.